ഒരു സ്വഭാവത്തെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമുക്ക് ക്രമേണ എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരണം നമ്മൾ. അതിനെന്ത് വേണം? തേജോ വാരിമതം യഥാ വിനിമയോ എത്ര ത്രിസർഗോമുഷാം. തേജോ വാരിമതം യഥാ വിനിമയോ എത്ര ത്രിസർഗോമുഷാം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് തേജസ് വാരി മൃത്ത് ഇതിന്റെ വിനിമയം പോലെയാണ്. എന്താ തേജസ് വാരി മൃത്ത് എന്ന് പറഞ്ഞാൽ സ്വാമി മനസ്സിലായില്ല? തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്. ഇതിനൊരു ഫിനോമിൻ എന്ന് പറയും. എന്ന് വെച്ചാല് മണലുള്ള സ്ഥലത്ത് സൂര്യപ്രകാശം തട്ടിയാൽ, നല്ല ഉച്ച വെയിലില് സൂര്യപ്രകാശം തട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ പോയാൽ ആ മണലിൽ നമുക്ക് സൂര്യപ്രകാശമല്ല കാണാൻ പറ്റിയ വെള്ളം കാണാൻ പറ്റും. നമ്മൾ മരുമരീചിക എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് മണൽ വിട്ടേക്ക് റോട്ടിൽ കാണാൻ പറ്റുമല്ലോ, ഇല്ലേ? നമ്മൾ റോഡും കാണില്ല, പ്രകാശവും കാണില്ല. നമ്മൾ കാണുന്നത് കുറച്ച് വെള്ളം അവിടെ കാണും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നമുക്കൊരു അനുഭവമുണ്ട്. അതെന്താണത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മനസ്സിന്റെ പ്രകാശം, ഇത് മറ്റൊരു വ്യക്തിയിൽ തട്ടുന്ന സമയത്ത് അവരുടെ അറിവും കഴിവും സൗന്ദര്യവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നും നമ്മളെക്കാളും ശക്തിയും അറിവും കഴിവും ഒക്കെ അവർക്കാണ്. എവിടെയാണോ പ്രകാശം തട്ടിയത് അത് നമ്മൾ കാണില്ല, പ്രകാശത്തെ നമ്മൾ കാണില്ല, നമ്മൾ കാണുന്നത് മറ്റൊന്നാണ്. ഇതുപോലെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? മറ്റൊന്ന് കാണും. അതായത് നമ്മള് സന്ധ്യാസമയം നിങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്, അമ്പലത്തിൽ തൊഴുതിട്ട് പോകണു വിചാരിക്കുക. നിങ്ങൾ പോകുന്ന സമയത്ത് സ്ട്രീറ്റിൽ ആരും ഇല്ല, പെട്ടെന്ന് സ്ട്രീറ്റ് ലൈറ്റും പോകണം. നിങ്ങൾ നോക്കുമ്പോൾ ഒരാൾ നല്ല രസികനായിട്ടാണ് വരുന്നത്, ഇടയ്ക്ക് നിങ്ങളൊരു നോട്ടവും കുടിച്ചിട്ടാ വരുന്നത്. പക്ഷെ ഒരു നിമിഷം നമ്മൾ അയാളെ നോക്കുമ്പോഴേക്കും, നമ്മുടെ തേജസ് അയാളിലേക്ക് പറ്റുമ്പോഴേക്കും, നമ്മുടെ മനസ്സ് അയാളിൽ ചെന്ന് പറ്റുമ്പോഴേക്കും ഉടനെ നമ്മുടെ മനസ്സ് പറഞ്ഞു അയാള് എന്നെ വല്ലതും ചെയ്യും. ഉണ്ടോ? ആ ഒരു നിമിഷം നമ്മളെ എന്താക്കി മാറ്റി? താഴ്ത്തിയോ ഉയർത്തിയോ? താഴ്ത്തി. നമ്മളെ ദുർബലരാക്കി. നോക്കൂ, മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇല്ലാത്തതൊന്ന് ഉണ്ടെന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവ്. വാസ്തവത്തിൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സ് അയാൾ ചെന്ന് തട്ടിയപ്പോ തന്നെ, അയാളുടെ പ്രകൃതം കണ്ടപ്പോ തന്നെ മനസ്സിനൊരു ഭയം വന്നു, എനിക്ക് അയാളെ നേരിടാൻ സാധിക്കുകയില്ല. ഇതല്ലേ വാസ്തവത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പലതിലും ചെന്ന് തട്ടുമ്പോൾ, മനസ്സ് അതിലേക്ക് നോക്കുന്ന സമയത്ത് മനസ്സ് കാണുന്നത് നമ്മുടെ ദൗർബല്യങ്ങളും, മനസ്സ് കാണുന്നത് മറ്റുള്ളവരില് അറിവുകളും കഴിവുകളും ശക്തിയുമാണ്. അപ്പൊ നമുക്ക് ക്രമേണ തോന്നുകയാണ് ഞാനൊരു ഇംപെർഫെക്റ്റ് ആണ്. ഈ കോംപ്ലക്സുകൾ ക്രമേണ നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് വരുമ്പോഴാണ് നമ്മൾ ക്രമേണ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി കൊണ്ടുപോകണം. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഉണരണം എന്നുണ്ടെങ്കിൽ, ഉത്സാഹം വേണമെന്നുണ്ടെങ്കിൽ, അപ്പൊ വല്ല കച്ചേരിയോ പാട്ടോ കൂത്തോ ഒക്കെ വേണം. ഒറ്റയ്ക്ക് എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ ഒരു ഗ്രൂപ്പ് വേണം. അതല്ലേ നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്നത്? മനസ്സിലായില്ലേ? ഇന്നത്തെ യുവാക്കളിലേക്കും യുവതികളിലേക്കും നിങ്ങൾ നോക്കൂ, ഒറ്റയ്ക്ക് അവർക്ക് കോൺഫിഡൻസ് ഇല്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഡാൻസ് കളിക്കാനും അതിനവർ ഉത്സാഹമുണ്ട്. ഞാനും അതിലൂടെയൊക്കെയാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് നല്ലോണം അറിയാം. ഓരോ മേഖലയിൽ നമ്മൾ വരുമ്പോണ്ടല്ലോ നമുക്ക് നല്ലോണം ബോധ്യമാവുന്നുണ്ട് എന്ത് കോംപ്ലക്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം വാസ്തവമായതിനെ അറിയുന്നില്ല. അതെന്താണത്? ധാംനാസ്വേന സദാ നിരസ്തകുഹം സത്യം പരം ധീമഹി. ഈ മനസ്സുണ്ടല്ലോ, ഒന്നങ്ങോട്ട് മറ നീക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിലൊരു പരം സത്യം കിടക്കുന്നുണ്ട് എന്ന് പറയാണ്. അതെന്താണ് ആ പരമമായ സത്യം? അതായത് എന്റെ മനസ്സിന് ഉണരണമെങ്കിൽ, മറ്റുള്ളവരുടെ മനസ്സിനും ഉണരണമെങ്കിൽ, എല്ലാ മനസ്സിനും ഉണരണമെങ്കിൽ, ആ മനസ്സിന്റെ എല്ലാം പിന്നിൽ ആര് വേണം? ശരീരത്തെ ഉണർത്തുന്നത് മനസ്സ്, മനസ്സിനെ ഉണർത്തുന്നത്
ചൈതന്യം. എന്റെ മനസ്സിനെ ഉണർത്തുന്ന ചൈതന്യമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ചൈതന്യമാണെങ്കിൽ, എല്ലാ മനസ്സിനും പിന്നിലിരിക്കുന്നത് ഒരേ ചൈതന്യമാണെങ്കിൽ, ഞാൻ ആരുടെയും താഴെയുമല്ല, ഞാൻ ആരുടെയും മുകളിലുമല്ല. ഈ തലത്തിലേക്ക് എന്നെ ചിന്തിപ്പിക്കാൻ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഞാൻ എന്നെ താഴ്ത്തുന്നു, അപ്പോഴൊക്കെ എന്നെ വേണമെങ്കിൽ എനിക്ക് ഉയർത്താം. ഇതല്ലേ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? അർജുന, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അർജുന, ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദി. നീ ഒരിക്കലും നിന്നെ എന്ത് ചെയ്യരുത്? താഴ്ത്തരുത്. കാരണം ആത്മന ആത്മൈവ ബന്ധു ആത്മന ആത്മൈവ രിപു. അവനവന്റെ ബന്ധുവും അവനവന്റെ രിപുവും അവനവൻ തന്നെയാണ്. അപ്പൊ ഒരു സ്വാമി ഒരു ചോദ്യം. സ്വാമി ഇതൊക്കെ പറഞ്ഞല്ലോ, ശരി, അംഗീകരിച്ചു. എല്ലാവരുടെ ഉള്ളിലും ശ്വാസം വരുന്നു. അറിവുള്ളവനായാലും കഴിവുള്ളവനായാലും വെളുത്തവനായാലും കറുത്തവനായാലും സുന്ദരനായാലും സുന്ദരിയാണെങ്കിലും എന്താണ് പണക്കാരനാണെങ്കിൽ പണമില്ലാത്തവനാണെങ്കിൽ ശ്വാസം എല്ലാവരുടെ ഉള്ളിലും ഒന്ന് തന്നെയാണ്, സമ്മതിച്ചു. മനസ്സുമുണ്ട് എല്ലാവരുടെ ഉള്ളിലും. ആ മനസ്സിനെയും ശ്വാസത്തൊക്കെ ഈ ശരീരത്തിൽ പിടിച്ചു നിർത്തുന്ന ചൈതന്യമാണത്, എല്ലാവരുടെ ഉള്ളിലും ഒന്നാണ്, സമ്മതിച്ചു. പക്ഷെ സ്വാമി, എന്നാലൊരു ചോദ്യമുണ്ട്. കഴിവെല്ലാവരുടെയും ഒരുപോലെയാണോ? അറിവെല്ലാവരുടെയും ഒരുപോലെയാണോ? ആണോ? ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയല്ലല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഒരാളുടെ കഴിവ് നമുക്കില്ലെങ്കിൽ ആ കഴിവ് കാണുമ്പോൾ നമുക്ക് അവരോടൊരു അസൂയ തോന്നും, ഒരു കോംപ്ലക്സ് തോന്നില്ലേ? തീർച്ചയായിട്ടും. മനസ്സിലാക്കൂ, ഈ പ്രപഞ്ചത്തില് വളരെ ശ്രദ്ധിക്കേ, ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേകത ഉള്ളത്, എല്ലാവരുടെ മനസ്സും ഒരുപോലെ അല്ല എന്നുള്ളതാണ്. എല്ലാവരുടെ മനസ്സും ഒരുപോലെയല്ല. ഒരുപോലെ ആയിരുന്നു എങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആയിരുന്നു എങ്കിൽ അങ്ങനെ വിചാരിക്കാം നമ്മള്, എന്നാ പിന്നെ ഈ പ്രപഞ്ചം ഇങ്ങനെ ആവില്ല. ഉണ്ടോ? ആയിരിക്കുമോ? ആയിരിക്കില്ല. നിയമങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ടി വരില്ല. ഉണ്ടോ? ചിന്തിക്കുക നിങ്ങള്, ആകെ താളം തെറ്റിപ്പോവും. പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, വൈവിധ്യമാണ് പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ്. അതൊരിക്കലും ഒരുപോലെ ആവില്ല. നമ്മൾ തലകുത്തി മറിഞ്ഞാലാവില്ല. അതുകൊണ്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും പറഞ്ഞു, ഒരു ഇലയെ പോലെ ആവില്ല മറ്റൊരു ഇല. ഏറ്റവും നല്ലൊരു, അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. നിങ്ങൾ ഒപ്പിടുന്നതിന് പകരം തമ്പ് ഇംപ്രഷൻ ചെയ്യാൻ എന്താ കാരണം? എല്ലാവരുടെയും കയ്യിലുള്ള അപ്പൊ നോക്കൂ, ചെറിയൊരു വിരലില് ആ വരയിൽ തന്നെ ഇങ്ങനെ വൈവിധ്യമുണ്ടെങ്കിൽ പിന്നെ മനസ്സിന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് കുറെ കോംപ്ലക്സുകൾ ഡെവലപ്പ് ചെയ്യാൻ മാത്രം. പിന്നെ എന്താ വേണ്ടത്? ഭാഗവതം പറയുന്നു, ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒറ്റ വഴി, മനസ്സിനെ ഉയർത്തണം. എങ്ങോട്ട് ഉയർത്തണം? നമുക്ക് 3 അനുഭവങ്ങളെ ഇപ്പോൾ ഉള്ളൂ. ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം, കാണുന്ന ഒരു ലോകം, ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കുന്ന ലോകം. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഉറങ്ങുന്ന ഒരു ലോകം. മൂന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ഉറക്കത്തിന്റെയും ഉണർന്നതിന്റെയും ഇടയ്ക്കൊരു ലോകമുണ്ട്. ഇടയ്ക്ക് ചോദിക്കില്ലേ, ഏത് ലോകത്തിലാണ്? ഏത് ലോകം? സ്വപ്നലോകം. ഇത് 3 നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ 4മതൊരു ലോകമുണ്ട് പറയാണ്. അതിന് ലോകം എന്നല്ല പറയാ, അനുഭവം. ആ അനുഭവത്തെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിൽ മനസ്സിൽ ചിന്തകൾ വന്നാലും ആ മനസ്സിനെ സമമാക്കി കൊണ്ടു നടക്കുക. അതെങ്ങനെയാ സമമാക്കി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമമായ സത്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് കൂടെ എപ്പോഴും ആരുണ്ട്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് മനസ്സുണരുന്നതെങ്കിൽ, ആ ചൈതന്യത്തെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എന്ന ബോധത്തോടുകൂടി ആ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട്, ഭഗവാനെ, അങ്ങ് എനിക്ക് തന്ന കഴിവ്, അതിൽ ഞാൻ സംതൃപ്തനാണ്, അതെന്താണോ അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ സമാധാനിപ്പിക്കാൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഇഫ് വി ഏബിൾ ടു കൗൺസിൽ, അല്ലെ,
അതല്ലേ പറയാ കൗൺസിലിംഗ് എന്നല്ലേ പറയാ. നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ, കൺസോൾ ചെയ്യുകയാണെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ദൗർബല്യത്തിൽ നിന്നും മാറി നിൽക്കാം. അപ്പൊ നിങ്ങളുടെ ഗുരു ആരാണ്? നിങ്ങളെ ഉയർത്തേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെ അല്ലെ. നിങ്ങളെ ഉയർത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. മനസ്സ് എപ്പോഴൊക്കെ നമ്മളെ താഴ്ത്തുന്നുവോ അപ്പോഴൊക്കെ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് കൊണ്ടുവന്ന് ഉടനെ കൺസോൾ ചെയ്തുകൊണ്ട് പറയണം, കൂടെ ആരുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നാൽ സത്യം പരം ധീമഹി, ആ പരമസത്യത്തിലേക്ക് ധീമഹി. ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കൂ. മറ്റൊരർത്ഥം സമർപ്പിക്കൂ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സമർപ്പിക്കൂ. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാവാം. അപ്പൊ തുടക്കം ജിജ്ഞാസയിലാണ്, അവസാനം ധീമഹി എന്നുള്ള ശബ്ദത്തിന് അർത്ഥം ഭാഗവതത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അർത്ഥം സമർപ്പണം എന്നാണ്. എന്താ അർത്ഥം? സമർപ്പണം. അപ്പൊ എവിടുന്നാ തുടങ്ങിയത്? ജിജ്ഞാസയിൽ നിന്ന് തുടങ്ങി സമർപ്പണത്തിലേക്ക് എത്തി. എവിടെയാണ് മനസ്സ് സമർപ്പിക്കേണ്ടത്? പ്രശ്നങ്ങളിൽ സമർപ്പിക്കരുത്, വിഷമങ്ങളിൽ സമർപ്പിക്കരുത്, ദുഃഖങ്ങളിൽ സമർപ്പിക്കരുത്, പ്രയാസങ്ങളിൽ സമർപ്പിക്കരുത്. എവിടെ സമർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിക്കണം. ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കണമെങ്കിൽ ആരാ ഭഗവാൻ? എവിടെയാണ് ഭഗവാൻ? എവിടെയാണ് ഭഗവാൻ? എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് ഭഗവാൻ എന്ന് ബോധ്യം വരണം. അതുകൊണ്ട് ആചാര്യന്മാര് പറയും, സ്ട്രോങ് കൺവിക്ഷൻ ഉള്ള ഒരാൾക്ക് എളുപ്പം മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇഫ് യുവർ കൺവിക്ഷൻ ഈസ് സോ വീക്ക്, യുവർ മൈൻഡ് വിൽ നോട്ട് കോപ്പറേറ്റ്. സോ ദ മൈൻഡിന്റെ കോപ്പറേഷൻ മുഴുവൻ നിൽക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ ജ്ഞാനയജ്ഞം എന്ന് വിളിക്കുന്നത്. ഭാഗവതം ഒരു ജ്ഞാനയജ്ഞമാണ്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മളെക്കുറിച്ചുള്ള ഒരു ജ്ഞാനമാണ്. ഇത്രയും കാലം നമ്മൾ തപ്പിയത് പുറത്താണെങ്കിൽ ഇനി എവിടെ തപ്പണം? അകത്തേക്ക് തപ്പണം. നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ രണ്ട് സത്യങ്ങളെ നമുക്ക് കാണാം. ഒന്ന് ശരീരത്തെ നിലനിർത്തുന്ന സത്യവും, രണ്ട് മനസ്സിനെ നിലനിർത്തുന്ന സത്യവും. ശരീരത്തെ നിലനിർത്തുന്ന സത്യം പ്രകൃതിയാണെങ്കിൽ മനസ്സിനെ നിലനിർത്തുന്ന സത്യം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് ഈ ലോകം എത്രത്തോളം സത്യമുണ്ടോ അത്രത്തോളം സത്യമുണ്ട് ആര്? ഒരു വൃത്തം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തത്തിന്റെ പകുതി 180 ഡിഗ്രി, ഇപ്പുറത്തും 180. ഒരു 180 ലോകമാണെങ്കിൽ മറ്റേ 180 മനസ്സാണ്. ശരി, ലോകവും മനസ്സും നിൽക്കട്ടെ ഒരുമിച്ച്. ഈ മനസ്സിന് പോലും ഉണരണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം വേണമെങ്കിൽ ഈ 180 ലോകമാണെങ്കിൽ ലോകത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു മനസ്സ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മനസ്സുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പുറത്തുള്ള 180 ചൈതന്യമാണ്. എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു ലോകത്തിന്, അത്രത്തോളം നമ്മൾ ആർക്കും പ്രാധാന്യം കൊടുക്കണം? ചൈതന്യത്തിന്. പക്ഷെ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ നാം ഈശ്വരനെ പോലും പുറത്താണ് കണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നാം നമ്മുടെ മനസ്സിനെ ഉയർത്താനല്ല അമ്പലങ്ങളിലേക്ക് പോയത്. അപ്പോഴും നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ദൗർബല്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെ തപ്പിയിട്ടില്ല? ഉള്ളിൽ തപ്പിയിട്ടില്ല. നമ്മൾ തപ്പുന്നതൊക്കെ പുറത്താണ്. മനസ്സിലായില്ലേ? ഒരിക്കലും രണ്ട് ബിസിനസ്സുകാര്, അവര് ടൈൽസ് ബിസിനസ് ചെയ്യുന്നവരാണ്. രാജസ്ഥാനിൽ നിന്ന് മാർബിളൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തു. അങ്ങനെ കച്ചവടമൊക്കെ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുമിച്ചായിരുന്നു ചെയ്തത്. ഇവർ തമ്മ തെറ്റാൻ കാരണം വെച്ചാൽ ഒരുത്തൻ എപ്പോഴും പൈസ വലിക്കുക എന്നുള്ള ചിന്തയുള്ളൂ. അതിലൊരുത്തൻ വളരെ സിൻസിയറാണ്. മറ്റവനെ വെക്കണം, അവനടുത്ത് കാശം മോഷ്ടിക്കണം, അതേ ഒരു ചിന്ത ഉള്ളൂ. ഏതായാലും ഇത് നല്ല രീതിയിൽ പോവാത്തത് കൊണ്ട് അവര് തമ്മിൽ പിരിഞ്ഞു. സുഹൃത്തെ, നീ വേറെ തുടങ്ങിക്കോളൂ, ഞാൻ വേറെ തുടങ്ങാം. കാരണം നമ്മൾ ഒരുമിച്ച് പോവില്ല, രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെയല്ല. എങ്കിലും അവർ ആ സുഹൃത്ത് ബന്ധങ്ങളൊന്നും തകർത്തില്ല, അപ്പോഴും ഉണ്ട്. ഒരുമിച്ചാണ് പർച്ചേസിങ്ങിനൊക്കെ പോവുക. അങ്ങനെ ഒരിക്കലും ഇവർ രണ്ടുപേരും രാജസ്ഥാനിൽ പോയി. അപ്പൊ ഈ നല്ല സുഹൃത്തിന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ട്, മറ്റയാളുടെ കയ്യിലും എടുത്ത് അത്ര ഇല്ല. അപ്പൊ ഒരു റൂമൊക്കെ എടുത്ത് ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോ
ഈ കള്ളനായ സുഹൃത്ത് നോക്കുകയാണ് ഇത് എവിടെയാ വെക്കണത് എന്നുള്ളത്. കിടന്നിട്ട് വേണം കുറച്ചതൊന്ന് വലിക്കാൻ. എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട് വലിക്കണം എന്ന്. അങ്ങനെ കിടന്ന് ഇദ്ദേഹമാണെങ്കിലോ ഈ നല്ല സുഹൃത്താണെങ്കിലോ മറ്റവനെ കാണേ കാശൊക്കെ എടുത്തു എണ്ണി നല്ല പടയ്ക്കണ നോട്ട് അപ്പൊ തന്നെ മനസ്സിൽ വെച്ചു ഒരു വണ്ടിയിൽ വലിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് മറ്റേ കള്ളൻ ബാത്റൂമിലൊക്കെ പോയി അദ്ദേഹം ഒക്കെ എടുത്തു വെച്ച് രാത്രി രണ്ടുപേരും കടന്നുറങ്ങി. നമ്മുടെ കള്ളൻ കച്ചവടക്കാരൻ എണീറ്റു, ഉറക്കല്ലി ഇത് ഒരു വണ്ടിയിൽ വലിക്കണം. തപ്പി നോക്കി, ഇയാളുടെ പെട്ടി നോക്കി, പേഴ്സ് നോക്കി, എല്ലാം പാൻറ് നോക്കി, എവിടെയും കാണുന്നില്ല. തപ്പി 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 അവസാനം ഇയാളെ മെല്ലെ പൊക്കി തലയുടെ എടുത്ത് നോക്കി, അതിൻ്റെ അടിയിൽ തപ്പി നോക്കി, എവിടെ നോക്കിയിട്ട് ഇത് കാണുന്നില്ല. അവസാനം എന്തിനു പറയണു, ഒരു 3-3:30 വരെ തപ്പിഴിപ്പിക്കാൻ മറ്റേ ആളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു കടന്നപ്പോൾ വേഗം പോയി സത്യസന്ധനെ പോലെ കടന്ന് വലിക്കാൻ തുടങ്ങി. നമ്മുടെ നല്ല സുഹൃത്ത് എണീറ്റു, അത് ബാത്റൂമിലൊക്കെ പോയി അയാളുടെ യൂഷ്വൽ ജപമൊക്കെ ചെയ്തു. അപ്പോഴേക്കും മറ്റവൻ എണീറ്റു, കാരണം കണ്ണിട്ട് നോക്കി തപ്പുണ്ടോ എന്ന്, എവിടെയെങ്കിലും വെച്ചത് എവിടെയാ നോക്കുന്നുണ്ടോ എന്നൊക്കെ. ഇല്ല, അയാൾ ധ്യാനത്തിലാ. ധ്യാനമൊക്കെ കഴിഞ്ഞു. മറ്റേ സുഹൃത്ത് എണീറ്റു, പല്ല് തേച്ചു. അയാൾ ബാത്റൂമിൽ നിന്ന് വന്നപ്പണ്ട് എണ്ണു. നല്ല ജിജ്ഞാസ വന്നു, എന്തിനെ കുറിച്ചറിയാൻ. ജന്മാദ്യസ്യല്ല, ഇതെവിടെയാ വെച്ചത്. നീ നല്ല സൂക്ഷ്മമുള്ള ആളാണ്, നിന്റെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നീ എവിടെയാ പണം വെക്കുന്നത്? ഇത് നിനക്കെന്താ പെട്ടെന്നൊരു പണം വെക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം? അല്ല, നിന്റെ സൂക്ഷ്മത കണ്ടിട്ട് ഒരറിയണം, ഇങ്ങനെ വേണം പണം വെക്കാൻ, ഇങ്ങനെ സൂക്ഷ്മത ഉള്ള ആളുടെ കൂടെ വേണം ജീവിക്കാനൊക്കെ. അതൊക്കെ എനിക്ക് മനസ്സിലായി, നീ ഇന്നലെ നല്ലോണം തപ്പിയില്ലേ എന്ന്. ഇയാൾ അറിഞ്ഞിട്ടുണ്ട്, അറിയാണ്ടിരിക്കുമോ? എത്ര വലിയൊരു മുതു മനുഷ്യനായിരുന്നു തപ്പിക്കഴിഞ്ഞാല് അതേപോലെ അനസ്തീഷ കൊടുത്തിട്ട് തപ്പേണ്ടി വരും. ഞാൻ തപ്പിയതല്ല, ഞാൻ തീപ്പെട്ടി നോക്കിയതാ, എനിക്കൊരു സിഗരറ്റ് വലിക്കണം തോന്നിയെന്ന്. അവൻ വലിയ നുണ പറഞ്ഞ, അപ്പൊ നീ സിഗരറ്റ് വലിക്കാറില്ലല്ലോ? അല്ല, എനിക്ക് തോന്നിയൊന്നും അങ്ങനെയെന്ന് നുണ പറഞ്ഞതാ. അവസാനം ചോദിച്ചു, നീ എവിടെയാ വെക്കണമെന്ന്. ഇല്ലേ, നമ്മൾ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കച്ചവടമൊക്കെ കഴിഞ്ഞു, മേടിക്കേണ്ടൊക്കെ മേടിച്ചു. വാസ്തവത്തിലല്ലോ, നീ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ സുഹൃത്ബന്ധം നശിക്കരുത്. എനിക്കറിയാമായിരുന്നു ഈ പണം നീ എങ്ങനെങ്കിലും വലിക്കും എന്നുള്ളത്, കാരണം നിന്റെ കഴിവ് എനിക്ക് നല്ലോണം അറിയാം. തെറ്റിദ്ധരിക്കരുത്, നിന്റെ സ്വഭാവം അതാണ്. എന്നിട്ടോ ഞാൻ എങ്ങനെയാ നിന്റെ പണം വലിക്കും? ഞാൻ അത്ര മോശക്കാരൻ അല്ല, വലിച്ചിട്ടല്ല, എനിക്ക് അങ്ങനെ തോന്നല, എന്റെ മനസ്സിന്റെ കൊള്ളരുതായ്മ. എന്നിട്ട് എവിടെയാ നീ പണം വെച്ചത്? നിന്റെ തലയണയുടെ അടിയിൽ കൊണ്ടുവച്ചു. കാരണം എനിക്കറിയാം, നീ എവിടെയെല്ലാം തപ്പിയാലും സ്വന്തം തലയണയുടെ ഉള്ളിൽ നീ തപ്പില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവച്ചു. ഇതുപോലെ നമ്മൾ എവിടെയൊക്കെ തപ്പിയാലും എവിടെ തപ്പില്ല, നമ്മൾ ശീലിച്ചിട്ടില്ല. ഇനി നമ്മൾ ശീലിക്കണം. എങ്ങോട്ട് നോക്കാൻ? നമ്മളിലേക്ക് നോക്കി നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കണം. ഇപ്പൊ 2 സത്യങ്ങളുണ്ട്. ഒന്ന് പരമമായ സത്യവും, 2 വ്യവഹാര സത്യവും, അല്ലെങ്കിൽ പ്രകൃതി സത്യവും, പ്രാകൃത സത്യവും. ഒന്ന് പ്രകൃതിയുടെ സത്യമാണ്, രണ്ടാമത്തത് പരമമായ സത്യമാണ്. എന്താ പ്രകൃതിയുടെ സത്യം? പ്രകൃതിയുടെ സത്യം പ്രകൃതിയിൽ നിന്ന് വന്നത്, പ്രകൃതിയാൽ നിലനിർത്തുന്നത്, പ്രകൃതിയിലേക്കും അത് മാറ്റമുള്ളതാണ്, അതൊരിക്കലും സ്ഥായിയല്ല. എന്നാൽ പരമമായ സത്യമോ? ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ശരീരം മാറിയിട്ടുണ്ട് ഇല്ലേ? ഇല്ല, നിങ്ങൾ പറഞ്ഞ അപകടമാണ്. ശരീരം നല്ലോണം മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ മനസ്സ് മുഴുവൻ മാറിയിട്ടുണ്ടോ? മനസ്സ് കുട്ടിക്കാലത്തുള്ള സ്മരണകളൊക്കെ മരിച്ചു. അപ്പൊ മനസ്സ് മുഴുവൻ മാറിയിട്ടില്ല. ആ മനസ്സിനെ ഉണർത്തുന്ന, ഈ ശരീരത്തിലേക്ക് ശ്വാസത്തെ എത്തിച്ച് ഈ ശരീരത്തെ നിലനിർത്തുന്ന ചൈതന്യത്തിന് വല്ല മാറ്റവും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ അറിയുന്ന ഒരാളുടെ, അയാൾക്ക് അടുത്ത കാലത്ത് ആക്സിഡന്റിൽ കാല് രണ്ടും പോയി. ഇവിടെ ഷൊർണൂരിൽ ട്രെയിനിൽ ഇറങ്ങിയിരുന്ന ആള് പെട്ടെന്ന് കാല് രണ്ടും പോയി. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് എന്ന്, എനിക്കൊരു കുഴപ്പമില്ല സ്വാമി എന്ന്. അപ്പൊ അങ്ങയുടെ ചൈതന്യത്തിന് വല്ല കുറവും? ഒരു കുറവും ഇല്ല. അങ്ങയുടെ മനസ്സിനൊരു കുറവും? പഴയ മനസ്സ് ഇപ്പോഴും ഉണ്ട്. എന്നാ കാലങ്ങോട്ട് മുറിഞ്ഞു പോകുമ്പോ പകുതി മനസ്സ് മുറിഞ്ഞു പോവുക. കാലിന്റെ കൂടെ ആര് പോകുന്നില്ല? മനസ്സ് പോകുന്നില്ല. കാലിന്റെ കൂടെ ആര് പോകുന്നില്ല? ചൈതന്യം പോകുന്നില്ല. പണ്ട് പൂർണ്ണ ശരീരമുള്ളപ്പോ എത്ര ചൈതന്യം ഉണ്ടായിരുന്നു? അത്രയും ചൈതന്യം കാല് പോയപ്പോഴും ഉണ്ട്. അപ്പോ ഇതൊന്നും ആരെ ബാധിക്കുന്നില്ല?
മനസ്സിനെയും ബാധിക്കുന്നില്ല. അപ്പൊ ഒന്ന് മാറുന്നതാണ്, പ്രകൃതി സത്യം മാറുന്നു. മറ്റേ സത്യത്തിന്റെ പേര് പരമസത്യം മാറുന്നില്ല. അതിനെയാണ് സനാതനം എന്ന് വിളിക്കുന്നത്, അതിനെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്, അതിനെയാണ് അക്ഷരം എന്ന് വിളിക്കുന്നത്, അതിനെയാണ് അച്യുതൻ എന്ന് വിളിക്കുന്നത്. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ ഈ സത്യത്തെയാണ് നമ്മൾ സാക്ഷാത്കരിക്കുക. ഇതിലേക്കാണ് നമ്മുടെ മനസ്സ് ഉയർത്തേണ്ടത്. ഇത് തന്നെയാണ് ഭാഗവതത്തിലെ ഈ ശ്ലോകത്തെ തന്നെ വെച്ചുകൊണ്ടാണ് പട്ടതിരിപ്പാട് എഴുതുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാനാം. സാന്ദ്ര ആനന്ദ അവബോധം. സാന്ദ്രം ഇളകാത്തത്, നിറഞ്ഞിരിക്കുന്നത്. ആനന്ദം സ്വതന്ത്രമായത്. ഇളകാത്തതും സ്വതന്ത്രവുമായിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള അവബോധം, അത് നമുക്ക് മനസ്സിനെ ഉയർത്താൻ സഹായിക്കും. ഇപ്പോ നമുക്കുള്ള ബോധം എന്ന് പറയുന്നത്, നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഒന്നുകിൽ കുറ്റബോധം അല്ലെങ്കിൽ നഷ്ടബോധം. നമ്മളെ തളർത്തുന്നത് അതാണ്. ഏതൊക്കെയാണ്? കുറ്റബോധവും നഷ്ടബോധവും. ഇനി നമ്മൾ ഏത് ബോധത്തിലേക്ക് വരണം? അവബോധത്തിലേക്ക്. അതായത് അവബോധം എപ്പോഴും കൂടെയുള്ള ഭഗവാനിലേക്ക്, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഭഗവാൻ എന്നുള്ള ബോധത്തിലേക്ക്. അങ്ങനെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ അവർക്കെപ്പോഴും ജീവിതത്തിൽ ഉത്കർഷയുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് വേണം? അടുത്ത ശ്ലോകം പറയുന്നു. ധർമ്മ പ്രോജിതകൈതവോത്രപരമോ നിർമത്സരാണം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമൽ ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരം സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതിഭിः ശുശ്രൂഷവിത്തക്ഷണൽ. ഈ ഭാഗവതത്തിൽ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ധർമ്മം പരമോ, പരമമായ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം. അപ്പം സദാം വേദ്യം വാസ്തവം വസ്തു ശിവദം. വാസ്തവമായ വസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ പരമമായ ധർമ്മത്തിലേക്ക് മനസ്സിനെ ഉയർത്തണം. വളരെ വളരെ ശ്രദ്ധിക്കണേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. നിങ്ങൾ ധർമ്മം എന്ന ശബ്ദത്തിന് നമ്മൾ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ധർമ്മം. വേദങ്ങളിൽ തന്നെ പറയുന്നു, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. വളരെ ഗൂഢമാണത്. ഏത് ശരി ഏത് തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ധർമ്മത്തിനെ സംബന്ധിച്ച്. നമുക്ക് ഈ ദേശത്ത് ശരി എന്ന് തോന്നുന്നത് വേറെ ദേശത്ത് തെറ്റായിരിക്കാം, അല്ലേ? ആണോ? നമ്മളിവിടെ തെറ്റെന്ന് കണക്കാക്കുന്നത് പലതും വേറെ ദേശത്ത് ശരിയാണ്. കൺഫ്യൂഷനാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഇതാണ്. അച്ഛനമ്മമാര് തെറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ പെൺകുട്ടികളൊക്കെ, വീട്ടിൽ വളരുന്ന പെൺകുട്ടികളോടൊക്കെ അടക്കവും ഒതുക്കവും വേണം, വസ്ത്രമൊക്കെ മര്യാദയ്ക്ക് ധരിക്കണം, ഇല്ല എങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കുക. എന്നാൽ നമ്മൾ സൊസൈറ്റിയിൽ വരുമ്പോഴോ ആകെ കൺഫ്യൂഷനാണ്. കാരണം വസ്ത്രം ഉടുക്കാത്തതാണത്രേ ധർമ്മം, അല്ലെ? ശരിയല്ലേ പറയണത്? നല്ലവണ്ണം വസ്ത്രം ഉടുത്തിട്ട് നടക്കുന്നതാണ് ധർമ്മം എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും എന്താണ്, കിങ്ഫിഷറിൽ ജോലി ചെയ്യാൻ പറ്റില്ല. കിങ്ഫിഷർ എയർലൈൻസിൽ കഷ്ടി ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെയാണത്. ഇപ്പൊ നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിലെത്തുമ്പോൾ അത് അധർമ്മമായി മാറും. ഇവിടെ കുടിക്കുന്നത് അധർമ്മമാണ്, വേറെ സ്ഥലത്ത് ചെന്നാൽ കുടിച്ചിട്ടില്ലെങ്കിൽ അത് അധർമ്മമായി. ഈ ധർമ്മത്തിന്റെ പദം എപ്പോഴും കൺഫ്യൂഷനാണ്. ഇപ്പൊ ശരിക്കും നമ്മൾ വന്നിരിക്കുന്നത് ഏത് ധർമ്മം അനുഷ്ഠിക്കാനാണ്? അച്ഛനെ നോക്കലും അമ്മയെ നോക്കലും ഭാര്യയെ നോക്കലും മക്കളെ നോക്കലും വീട് നോക്കലും, ഇതാണോ ശരിക്കും നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്? എന്താ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വന്നിരിക്കുന്നത് ഏതൊരു സത്യത്തിൽ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് ആ സത്യത്തിലേക്ക് മനസ്സ് തിരിച്ചെത്തിക്കാനാണ്. അതിനെയാണ് പരമധർമ്മം എന്ന് പറയുന്നതെങ്കിൽ
ബാക്കിയുള്ള ധർമ്മങ്ങളൊക്കെ നമ്മൾ സമയാസമയങ്ങളിലൊക്കെ നമ്മൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ബാഹ്യമായിട്ട് പൊതുവെ 5 ധർമ്മങ്ങളാണ് ചെയ്യാനുള്ളത് എന്നാണ്. ഈ ശരീരത്തിന് 5 ധർമ്മങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ ഈ 5 ധർമ്മത്തെക്കാൾ സർവശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം ഏതിൻ്റെയാണ്? മനസ്സിന്റെ ധർമ്മമാണ്. ഏതാ ഈ 5 ധർമ്മം? ഇതിനെ പറയും 5 യജ്ഞങ്ങൾ എന്ന് പറയും. പഞ്ചയജ്ഞം. ഒന്നാമത്തെ യജ്ഞം, പ്രകൃതിയുടെ നിയമം എന്താന്ന് വെച്ചാൽ നമ്മളെ നിലനിർത്താൻ ആര് സഹായിക്കുന്നുണ്ടോ അവരെ നമ്മളും സഹായിക്കണം, നിലനിർത്തണം. അപ്പൊ നമ്മളെ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മുടെ കടമയാണോ? ഇത് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആഹാരം ആര് തരണം? ഭൂമി തരണം. വെള്ളം അത് നശിപ്പിക്കാതിരിക്കണം. എന്ന് വെച്ചാൽ പ്രകൃതിയെ നശിപ്പിക്കരുത്. കാരണം നമുക്ക് നിലനിൽക്കാൻ ആര് വേണം? അപ്പൊ പ്രകൃതിയെ നോക്കുന്നത് ഒരു ധർമ്മം, നമ്മുടെ ഒരു യജ്ഞമാണ്. രണ്ടാമത്തെ യജ്ഞം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ പ്രകൃതി മാത്രം പോരാ, അതായത് പഞ്ചമഹാഭൂതങ്ങൾ മാത്രം പോരാ, നമുക്ക് ജീവിക്കാൻ ഒരു സമൂഹം വേണമല്ലോ, വേണ്ടേ? അപ്പൊ സമൂഹത്തോടുള്ള യജ്ഞത്തെ പറയും ദേവയജ്ഞം എന്ന് പറയും. സമൂഹമാണ് ദേവന്മാര്, നമ്മുടെ ചുറ്റുപാട്. മൂന്നാമത് നമുക്ക് പ്രാണികൾ വേണോ? ജീവജാലങ്ങള്. പശുവിന്റെ പാല് കുടിക്കില്ലേ? വേണ്ട. അപ്പൊ ജീവജാലങ്ങൾ വേണം നമുക്ക് ജീവിക്കാൻ. ഈ ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അന്തരീക്ഷത്തെ പരിശുദ്ധീകരിക്കുന്നുണ്ട്. ജീവജാലങ്ങൾ, അതിനോട് നമുക്കൊരു യജ്ഞം ഉണ്ടാവുമോ? ഉത്തരവാദിത്വം. ഏതൊക്കെ ജീവജാലങ്ങളാണോ നമ്മളെ സഹായിക്കുന്നത് അവരെ നമ്മളും നിലനിൽക്കാൻ സഹായിക്കണം. അപ്പോ പ്രകൃതിയോടുള്ള യജ്ഞമായി, സമൂഹത്തോടുള്ള യജ്ഞമായി, ജീവജാലങ്ങളോടുള്ള യജ്ഞമായി. ഇനി ജന്മം തന്നിരിക്കുന്ന അച്ഛനമ്മമാര്, കല്യാണം കഴിച്ചാൽ ഭാര്യ, മക്കള്, ഇവരോട് യജ്ഞം ഉണ്ടാവില്ലേ? ഇതിനെയാണ് പിതൃയജ്ഞം എന്ന് പറയാ. നമ്മുടെ കുടുംബാംഗങ്ങളോടുള്ള യജ്ഞം. കാരണം അവരെ നമ്മളെ നിലനിൽക്കാൻ സഹായിക്കുന്നു, അവരെയും നിലനിൽക്കാൻ സഹായിക്കുന്നു. അപ്പൊ ആരൊക്കെ? ഇപ്പോ പ്രകൃതി, സമൂഹം, ജീവജാലങ്ങള്, അച്ഛനും അമ്മയും സമൂഹവും. പിന്നെ ആരെങ്കിലും ഉണ്ടാവുമോ? പിന്നെയുള്ളൊരു യജ്ഞം ആരോടായിരിക്കും? നമ്മുടെ ഋഷീശ്വരന്മാരോട്. ഋഷീശ്വരന്മാരോട് എന്ത് യജ്ഞമാണ്? അവരോടുള്ള യജ്ഞമാണ്. അവരിൽ നിന്നും അവര് തന്നിരിക്കുന്ന അറിവിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. അവർ തന്നിരിക്കുന്ന ആ സമ്പത്തിനെ മനസ്സിലാക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉയർത്തുക എന്നുള്ളത്. അത് ഈ ശരീരം കൊണ്ട് തന്നെ വേണം. തപസ് ചെയ്യണം. ഒരു യോഗാവസ്ഥയിലേക്ക് ഉയർത്തണമെങ്കിൽ ശരീരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതിനെ പറയും ഋഷി യജ്ഞം എന്ന് പറയും. ഇങ്ങനെ 5 യജ്ഞങ്ങൾ ഇതിനെ കൊണ്ട് ചെയ്യാണ്ട്, ശരീരത്തെ കൊണ്ട് ചെയ്യാണ്ട്. ഈ യജ്ഞങ്ങളൊക്കെ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റവും പരമമായ യജ്ഞം എന്ന് പറയുന്നത് ഏത് യജ്ഞം തന്നെയാണ്? ഏറ്റവും പരമമായ ധർമ്മം എന്ന് പറയുന്നത് മനസ്സിനെ ഉയർത്തൽ തന്നെയാണ്. കാരണം നിങ്ങൾ അച്ഛനെ നോക്കിയാലും അമ്മയെ നോക്കിയാലും ഭാര്യയെ നോക്കിയാലും ഭാര്യയെ നോക്കിയിട്ടില്ലെങ്കിലും സമൂഹത്തെ നോക്കിയാലും സമൂഹത്തെ നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഇനി വരണമോ വരണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് മനസ്സാണ്. ഏത് മനസ്സ്? എവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ എത്തിച്ചേരാത്ത മനസ്സ്. അതുകൊണ്ടുണ്ടല്ലോ ധർമ്മം എപ്പോഴും കൺഫ്യൂഷൻ ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഇത് ശരി ഏത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും രാമായണത്തിലെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് തന്നെ ഷോക്കിംഗ് അനുഭവങ്ങൾ വരാം. രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട്, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, സ്വാമി നിങ്ങൾ പറയുന്നു രാമായണം ധർമ്മശാസ്ത്രമാണ്, അതാണ്. അവൾ എവിടുന്നോ കേട്ടതാണ്. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നു രാമോ ധർമ്മസ്യ വിഗ്രഹാൻ പുരുഷ. വിഗ്രഹാൻ ധർമ്മ. വിഗ്രഹം ധർമ്മത്തിന്റെ വിഗ്രഹമാണ്, മൂർത്തിയാണ്. ശരി, സമ്മതിച്ചു. എന്തിനാ രാമൻ ബാലിയെ ഒളിയമ്പെയ്തു കൊന്നത്? സുഗ്രീവന്റെ ഭാര്യയെ അനുഭവിച്ചു എന്നുള്ളതിന്റെ പേരിലാണ്. ആണോ അല്ലയോ? രാമായണത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അത്രേ അംഗദൻ പറയുന്നുണ്ട്, ഇവര് സീതാന്വേഷണത്തിൽ പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇനി നമ്മൾ തിരിച്ചു ചെന്നാലുണ്ടല്ലോ ആ സുഗ്രീവൻ എന്നെ കൊല്ലും, അവനുണ്ടല്ലോ എന്റെ അമ്മയെ പ്രാപിച്ചു വാഴുന്നു അവനാണ്. അങ്ങനെ ഒരു വരിയുണ്ടോ രാമായണത്തില്? ഉണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും രാമൻ ബാലിയെ കൊന്നത് സുഗ്രീവന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ
രാമൻ ധർമ്മത്തിന്റെ മൂർത്തിയാണെങ്കിൽ ആരെയും കൊല്ലണം? സുഗ്രീവനെ. പക്ഷെ കാണുന്നുണ്ടോ അത്? നമുക്ക് വേണമെങ്കിൽ പറയാം, ബാലി മരിച്ചതിന് ശേഷമല്ലേ സുഗ്രീവൻ സ്വീകരിച്ചത്, അങ്ങനെയൊക്കെ സമാധാനം പറയാം. എന്തൊക്കെ പറഞ്ഞാലും ജ്യേഷ്ഠന്റെ ഭാര്യ എന്ന് പറയുന്നത് അമ്മയ്ക്ക് തുല്യമാണ്. അപ്പൊ ചെയ്യാൻ പാടൂ? ഇതൊരു ചോദ്യം. ഇനി രാമായണത്തിൽ തന്നെ തുടക്കം തന്നെ നോക്കൂ നിങ്ങൾ. ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകുന്നത് അച്ഛൻ തളർന്നു വീണ് കിടക്കുന്ന സമയത്താണ് അല്ലേ? ലക്ഷ്മണനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശരിക്കും ശ്രീരാമസ്വാമി അങ്ങനെ പോവാൻ പാടൂ? ശ്രീരാമസ്വാമി പോയിക്കോട്ടെ, ലക്ഷ്മണനെ കൊണ്ടുപോകാൻ പാടൂ? ശരിക്കും ശ്രീരാമസ്വാമി പറയേണ്ടത് എന്താണ്? ലക്ഷ്മണ, നീ ഇവിടെ നിൽക്കൂ, അച്ഛനെ നോക്കൂ, ഭരതനും ശത്രുഘ്നും വന്നതിന് ശേഷം മതി നീ എന്റെ അടുത്ത്. അതല്ലേ വേണ്ടത്? അപ്പൊ അച്ഛനോടുള്ള ധർമ്മം രാമൻ നിറവേറ്റുണ്ടോ? സ്വാമി പറയണു, ഇപ്പൊ രാമൻ ധർമ്മമൊന്നും നോക്കിയിട്ടില്ല. എനിക്കും ഇതിനെ മനസ്സിലാവാത്തതേ. അപ്പൊ നമ്മൾ ഈ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇതിലേത് ശരി ഏത് തെറ്റ് എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഇനി നോക്കൂ, നമ്മൾ കേട്ടിരിക്കുന്നത് ഒരു അച്ഛനും അമ്മയ്ക്കും പിണ്ടകർമ്മ ചെയ്തിട്ട് വേണം മക്കൾ പോവാൻ അല്ലേ? അതാണല്ലോ മക്കളുടെ അവസാനത്തെ ഡ്യൂട്ടി. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം അച്ഛനും അമ്മയും ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് പോയിട്ടില്ലേ? ഭാഗവതത്തിൽ കഥ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. 11ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആര് പോയി കഴിഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ. എന്താ ശ്രീകൃഷ്ണ ഭഗവാൻ അച്ഛനും അമ്മയ്ക്കും ഗതി കൊടുക്കണം തോന്നിയില്ലേ? ഒരു കാര്യം ഉറപ്പാണ്, അവനവനെ അവനവൻ തന്നെ വേണം ഉയർത്താൻ. മറ്റുള്ള ധർമ്മങ്ങളൊക്കെ വേണം തീർച്ചയായിട്ടും സമൂഹത്തിന്റെ നിലനിൽപ്പിന്. പക്ഷെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് നാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭാര്യയെ നോക്കാനും ഭർത്താവിനെ നോക്കാനും മക്കളെ നോക്കാനും അച്ഛനെ നോക്കാനും അമ്മയെ നോക്കാനും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നഷ്ടപ്പെടും. നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എവിടെ നിന്ന് വന്നു അവിടേക്ക് എത്തിച്ചേരാം. ആ എത്തിച്ചേരുന്ന കൂട്ടത്തിൽ അവരെയും നമ്മൾ നോക്കണം. ശരീരത്തിന്റെ ധർമ്മം ചുറ്റുപാടിനോട് കാണിക്കണം. പക്ഷെ മനസ്സ് ആർക്ക് കൊടുക്കരുത്? മറ്റുള്ളവർക്ക് കൊടുക്കരുത്. കാരണം മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണെങ്കിൽ അത് ചേർത്ത് വെക്കേണ്ടതും ഭഗവാനിലേക്കാണ്. ശരീരം കൊണ്ട് സമൂഹത്തിനെയും മനസ്സുകൊണ്ട് ഭഗവാനെയും. ഇത് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിച്ചാൽ 2 ധർമ്മങ്ങളും നമുക്ക് കൊണ്ടുപോവാം. ഏതൊക്കെ ധർമ്മങ്ങള്? ശരീരധർമ്മവും ശരീരധർമ്മം എന്ന് പറയുന്നത് സേവനത്തിൻ്റെതാണ്. മനസ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് ധീമഹി എന്നുള്ള ശബ്ദത്തിന് എന്താ ഞാൻ അർത്ഥം പറഞ്ഞത്? സമർപ്പണമാണ്. അതെവിടുന്ന് വന്നു അതിലേക്ക് അതിനെ സമർപ്പിക്കണം. ശരീരം നിങ്ങൾ സമർപ്പിക്കേണ്ട മറ്റുള്ളവർക്ക്. കാരണം ശരീരം മറ്റുള്ളവരിൽ നിന്നല്ല വന്നത്. ശരീരം വന്നത് അത് താനെ സമർപ്പിക്കപ്പെട്ടുള്ളൂ. അതുവരെ അതിനെ മറ്റുള്ളവർക്ക് സേവനത്തിന് വേണ്ടിയിട്ട്. അതെങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നീട് നോക്കാം. ഏതായാലും ഇത് വേർതിരിച്ചോണം. എൻ്റെ ശരീരമാണ് മറ്റുള്ളവർക്കുള്ളത്, എൻ്റെ മനസ്സെപ്പോഴും ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് വേർതിരിച്ച് കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ മനസ്സ് മറ്റുള്ളവരിലോട് ഒട്ടിപ്പിടിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിനോട് പറയാം, ഇതല്ല നിന്റേത്. നിന്റേത് എവിടെയാണ്? ഒരു പട്ടിക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് പറയാം. ഒരു പട്ടി വീട്ടില് ഗസ്റ്റ് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ എവിടെയും വരാന്തയിൽ വന്നിരിക്കുമ്പോൾ ടോമി ഗോ എന്ന് പറയുമ്പോൾ ടോമിക്ക് മനസ്സിലാവും ഇതല്ല എൻ്റെ സീറ്റ്, എൻ്റെ കൂട് തന്നെയാണ്. അപ്പൊ അവൻ വന്നിരുന്നാൽ ഉടനെ തന്നെ അതിന് മനസ്സിലായി ഇവിടെയല്ല, അവിടെ തന്നെ ചെന്നിരിക്കണം. ഇതുപോലെ നമ്മൾ എവിടെയൊക്കെ മനസ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മനസ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ സാധിക്കണം. ഇതല്ല നിന്റെ ചിന്ത, ഇതല്ല നീ ഇൻവോൾവ് ചെയ്യേണ്ടത്. നീ എങ്ങോട്ട് പോകണം? ഭഗവാനിലേക്ക് പോകണം. ഭാരതീയ സംസ്കാരം വളരെ ശ്രദ്ധിക്കുക. നമുക്ക് മനസ്സിലാവാതിരുന്നു പോയത് ഈ സമർപ്പണത്തിന്റെ സംസ്കാരമാണ്. നാം സമർപ്പണത്തിനെ തെറ്റായി മനസ്സിലാക്കി നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ, അമ്പലത്തിലൊക്കെ ചെല്ലുന്നിട്ട് നമ്മൾ സമർപ്പിക്കാനല്ല പോകുന്നത്, നമ്മൾ ചോദിക്കാനാണ് പോകുന്നത്. അമ്പലത്തിൽ പോകേണ്ടത് ചോദിക്കാനല്ല പോകേണ്ടത്, അമ്പലത്തിൽ പോകേണ്ടത് സമർപ്പിക്കാനാണ് പോകേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചോദിക്കണോ? കാരണം നമ്മൾ ഇത്രയും കാലം ഈശ്വരൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളിൽ നിന്നും വിട്ടൊരു ശക്തിയാണ്. എന്നാൽ ഈശ്വരൻ എന്ന് പറയുന്നത് വേദ്യം വാസ്തവം വസ്തു ശിവതം. ഈ വസ്തു, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വസ്തു ശിവതമാണ്.
ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശിവലിംഗം എന്ന് ഓർമ്മ വരരുത്. ശിവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മംഗളം എന്നാണ് അർത്ഥം. ഈ നിമിഷം നമ്മുടെ ശരീരത്തിന് മംഗളം നൽകുന്നത് എപ്പോ ശരീരത്തിൽ നിന്നും ചൈതന്യം പോയോ ആ സമയത്ത് ഒരു തുണി വിരിച്ചിരുന്നു. കാരണം ഹിന്ദു സംസ്കാര പ്രകാരം അത് അമംഗള വസ്തുവാണ്. മരിച്ചു കഴിഞ്ഞാൽ തുണിയിടുന്നത് മംഗള വസ്തു ആയതുകൊണ്ടല്ല, ആണോ? ശവത്തെ നമ്മൾ കാണുന്നത് അമംഗള വസ്തുവാണ്. നമുക്ക് നമ്മൾ എല്ലാ പുരാണങ്ങളൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലല്ലോ ഈ ശബ്ദങ്ങൾക്കൊക്കെ അർത്ഥം മനസ്സിലാവും. ശിവൻ എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ശിവപുരാണം. പറയാണ്, ശിവം ആത്മനി പശ്യന്തി ന പ്രതിമാസു ന യോഗിന. ശിവനെ എവിടെ കാണണം? ആത്മനി പശ്യന്തി ന പ്രതിമാസു ന യോഗിന. പിന്നെന്തിനാ ഈ ശിവലിംഗം വെച്ചിരിക്കുന്നത്? അജ്ഞാനം ഭാവനാത്തായ പ്രതിമാ പരികൽപ്പിത. ഈ സത്യത്തെ മനസ്സിലാക്കാൻ അജ്ഞാനമുള്ളവർക്ക്, അവിവേകമുള്ളവർക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത്രേ എന്ത് വെച്ചത്? ശിവലിംഗം വെച്ചത്. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് സ ബ്രഹ്മ സ ശിവ സ ഹരി സ അക്ഷര സ പരമസ്വരാട്. എല്ലാം ശിവനും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിലിരിക്കുന്ന ആ ചൈതന്യം, അതിനെ തന്നെയാണ് വാസ്തവം, വേദ്യം. പക്ഷെ ഇതിനെ അറിയാൻ ആർക്കേ സാധിക്കുള്ളൂ? പ്രോജിത കൈതവോ നിർമത്സരോ. കൈതവമില്ലാത്തവർക്കും മാത്സര്യ ബുദ്ധി ഇല്ലാത്തവർക്കും. അതായത് നമ്മൾ ഡെവലപ്മെന്റ് തടയുന്നത് രണ്ട് ചിന്തകളാണ്. എല്ലാവരുടെ വികാസവും തടയുന്നത് രണ്ട് ചിന്തകളാണ്. ഏതൊക്കെയായിരിക്കണം എന്നറിയോ? ഏതായിരിക്കണം? ഒന്നാമത്തെ ചിന്ത എന്താന്ന് വെച്ചാൽ, ചിലരങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുകയാണ്, എനിക്കൊന്നും വരില്ല, എനിക്കങ്ങനെയൊന്നും വരില്ല, ദൈവം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും വരുത്തില്ല. അടുത്ത വീട്ടിൽ മരണം നടക്കുമ്പോഴും സ്വന്തം വീട്ടിൽ മരണം നടക്കുമ്പോഴും എനിക്ക് വരില്ല, അവർക്കൊക്കെ വരും, എനിക്ക് വരില്ല. എനിക്ക് വരില്ല എന്നുള്ളൊരു വിചാരം. രണ്ടാമത്തതോ, എന്തു വന്നാലും ഞാൻ അപ്പം നോക്കിക്കോളാം, ഈ ധാർഷ്ട്യം. എനിക്ക് വരില്ല, വന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അച്ഛനും അമ്മയും പറയും, കൂട്ടാ പഠിക്കൂ, കാര്യം മനസ്സിലാക്കൂ, അല്ലെങ്കിൽ നീ കുറച്ചു നേരം ഇന്ന് ജപിക്കൂ കൂട്ടാ, കുറച്ചു നേരം നാമം ജപിക്കൂ. എന്താ പറയാന്നറിയോ? ഒക്കെ നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി, നീ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തളരും, വരുന്ന സമയത്ത് ഞാൻ നോക്കിക്കോളാം, വരുന്നിടത്ത് വെച്ച് നോക്കിക്കോളാം. വരുന്നിടത്ത് വെച്ച് നോക്കാൻ ആരും ഉണ്ടാവില്ല. നമ്പൂരി പറഞ്ഞതുപോലെയാണ്. അവിടെ പണ്ട് കാലത്തെ കൃഷികളൊക്കെയാണല്ലോ, അപ്പോ വയലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം മുറിച്ചിടുന്ന പ്രശ്നങ്ങൾ വരും. അപ്പോൾ കാര്യസ്ഥൻ ചെന്നപ്പോ അവരുടെ വയലിലെ വെള്ളം വേറൊരാൾ മുറിക്കുന്നു, വേറൊരാളുടെ വയലിലെ വെള്ളം വേറൊരാൾ മുറിക്കുന്നു. ഇയാൾ കണ്ടപ്പോൾ ഇയാൾ വേറൊരാളുടെ വയലിലെ വെള്ളം എടുത്തിട്ട് ഇവരുടെ വയലിലേക്ക് ആക്കി. ഭയങ്കര ബഹളം. അപ്പൊ നമ്പൂരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ രാമാന്ന് വെച്ചു. നമ്മുടെ വെള്ളമാണ് അവൻ വയലിലേക്ക് ആയിരിക്കുന്നത്. ഇത് കേട്ടോ നമ്പൂരി പറഞ്ഞു, നീ പറഞ്ഞില്ലേ വല്ലോ ഒന്ന്? പറഞ്ഞു തോന്നുന്നു, എനിക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയെന്ന്. നാട് കൊടുക്കടാ പറഞ്ഞു. അല്ല, കൊടുത്താൽ വല്ലതൊക്കെ സംഭവിക്കില്ലേ? വല്ലതും വരുന്നത് വരെ ഞാനുണ്ടടാ. പിന്നെയോ, പിന്നെന്താന്ന് എനിക്കറിയാം, അറിയാലോ. ഇത് തന്നെയുള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണാതെ പറയുന്നവരുണ്ടല്ലോ, കാണില്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അവര് തിരിച്ചിങ്ങോട്ട് വരുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു വ്യക്തിയുടെ വികാസം തടയുന്നത് ഏതൊക്കെയാണ്? ഒന്നും വരില്ല എന്നുള്ളൊരു മുൻവിധി, രണ്ട് വന്നാൽ തന്നെ നേരിടാൻ സാധിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താറുണ്ട്. നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ പലപ്പോഴും പലതും പഠിക്കാത്തതിന് ചിലരോടൊക്കെ പറയാം, നോക്കൂ ഗീത പഠിക്കൂ, ഭാഗവതം വായിക്കൂ. അങ്ങനെയൊന്നും ആവശ്യമില്ല സ്വാമി, ഒക്കെ എന്ത് വന്നാലും നോക്കിക്കോളാം. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താ പറയുക, മനുഷ്യന്റെ ഈ അവിവേകം. ഞാൻ അറിയുന്നൊരു അമ്മ, അവരുടെ ഭർത്താവ് മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകള് കല്യാണം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടുകാർ അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്ക് അസുഖം വന്നിട്ട്, ക്യാൻസർ വന്നിട്ട് മകളും മരിച്ചു. മകൾക്കൊരു കുട്ടി. ഈ അമ്മ ആ കുട്ടിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എന്നും അമ്പലത്തിൽ പോയി തൊഴുകയും ചെയ്യും, എന്നും തൊഴും. അങ്ങനത്തെ ഒരു അമ്മ. എന്നാ ഇതൊന്ന് മനസ്സിലാക്കുമേ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. എനിക്കൊന്നും ഗുരുവായൂരപ്പം വരത്തില്ല. ശരി. അവസാനം എന്തായി? മകളുടെ ഭർത്താവ് കേസ് കൊടുത്തു കുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്. കോടതിക്ക് തടയാൻ പറ്റുമോ? പ്രായമായ കുട്ടിയെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു.
10 വരെ പിടിച്ചു നിന്ന കുട്ടി അങ്ങോട്ട് പോയതോടുകൂടി ഇടിയും. പിന്നെ അവര് ജീവിതം തീർത്തു കളഞ്ഞു. ഇങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. അതായത് എനിക്കൊന്നും വരില്ല, വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ഇങ്ങനെ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ തളർന്നു പോയത്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, നമുക്ക് ഒന്നാമത് വിനയം വേണം. വിനയം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം, വിനയം എന്ന് പറഞ്ഞാൽ പോയി നമസ്കരിക്കുക എന്നല്ല അർത്ഥം. ഇവിടെ വിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു വിനയം. രണ്ടാമത്തത് എനിക്ക് ഇതെല്ലാം മനസ്സിലാക്കണം എന്ന്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോണ്ടല്ലോ, അർജുനന് ഭയങ്കര ധാർഷ്ട്യമായിരുന്നു. എനിക്ക് തുല്യം യുദ്ധം ചെയ്യാൻ ആരും ഇല്ല. ഇനി ആരെന്നോട് ഏത് രീതി യുദ്ധം ചെയ്താലും അവരെയൊക്കെ നേരിടാനുള്ള ഒരു കഴിവെനിക്കുണ്ട്, ഇല്ലേ? ഗീത അറിയാലോ നിങ്ങൾക്ക്. ആ ധാർഷ്ട്യത്തിലാണ് അർജുനൻ വരുന്നത്. കൊണ്ടുപോയി നിർത്തൂ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, കൊണ്ടുപോയി നിർത്തൂ കൃഷ്ണ, ഞാൻ നോക്കട്ടെ ആരാ എന്നോട് യുദ്ധം ചെയ്യാനുള്ളത്. അങ്ങനെയാണല്ലോ ഭീഷ്മാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും മുന്നിൽ കൊണ്ട് നിർത്തുന്നത്. അവരെ കണ്ടതോടുകൂടിയിട്ട് പിന്നെ അർജുനൻ കൊലാപ്സായി തളർന്നു. ഇപ്പൊ നേരിട്ടോളാന്നൊക്കെ പറഞ്ഞ അർജുനൻ തളർന്നു. അർജുനൻ തന്നെ പറയുന്നു എനിക്കൊന്നും യുദ്ധം ചെയ്യാൻ സാധ്യമില്ല. അങ്ങനെ തളർന്ന അർജുനനോട് ഇത് നിന്റെ മനസ്സിന്റെ ദൗർബല്യമാണെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോ അർജുനന് മനസ്സിലായി ഇന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. അവസാനം അർജുനൻ പറയുന്നത് എന്താണെന്നറിയോ? ഇവരെ എങ്ങനെയാണ്, ഏത് വിധത്തിലുള്ള മനസ്സുകൊണ്ടാണ് യുദ്ധം ചെയ്താലാണ് എന്റെ മനസ്സ് തളരാതിരിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കൃഷ്ണ, അതൊന്ന് അങ്ങ് പറഞ്ഞു തരണം. മനസ്സിലായോ? എന്തൊക്കെയാ നമുക്ക് വേണ്ടത്? അറിയില്ല എന്നുള്ളൊരു വിനയം എന്ന് പറഞ്ഞാൽ അറിയണം എന്നുള്ളൊരു ജിജ്ഞാസയോടുകൂടിയുള്ള വിനയം. 2, അത് അറിയാൻ നമ്മൾ ശ്രമിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേദ്യം ഇതറിയാൻ സാധിക്കും. ഇതറിഞ്ഞു കഴിഞ്ഞാലോ താപത്രയോന്മൂലനം, താപം മൂലനം. ഏതൊക്കെയാ താപങ്ങള്? ഞാൻ പറഞ്ഞു നിങ്ങളോട്. നമുക്ക് താപങ്ങൾ തരുന്നത്, ഒന്ന് ശരീരം നമ്മളെ തളർത്തും, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമ്മളെ തളർത്തും, ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മളെ തളർത്തും. ഈ താപങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്താം. എന്നിട്ട് പറയണോ, ശ്രീമൽ ഭാഗവതേ മഹാമുനികൃതേ, ഈ ഭാഗവതത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കിം വാ പരേ, ഇത് തന്നെ നല്ലവണ്ണം ഒരു ഗുരുവായി കണ്ടുകൊണ്ട് സമാശ്രയിക്കും, ഇതിനെ നല്ലവണ്ണം പഠിക്കും, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഇതിന്റെ അകത്തുണ്ട് എന്ന്. അങ്ങനെയുള്ളവർക്ക് സദ്യോ ഹൃതി അവരുദ്ധ്യതേ പ്രകൃതി ശുശ്രൂഷി തക്ഷണൽ, അവര് ഹൃദയത്തിലെപ്പോഴും അവരുദ്ധ്യതേ മറനീക്കി പ്രകാശിക്കും. ആര്? അവരുടെ ഉള്ളിൽ ശുശ്രൂഷി തക്ഷണാൽ, അവരുടെ ഉള്ളിൽ നല്ലവണ്ണം പ്രകാശിക്കും. ഉള്ളിൽ കൂടെ ഇരിക്കുന്ന ഭഗവാൻ. എപ്പോഴും അവരുടെ കൂടെ ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. അപ്പൊ മനസ്സെപ്പോഴും ആരുടെ കൂടെ ഉണ്ടാവും? നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മളെ തളർത്തുന്നത് വാസ്തവത്തിൽ മറ്റുള്ളവരല്ല. ഞാനൊരു വീട്ടിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അവിടുത്തെ ആ 2 പെൺകുട്ടികൾ, മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവരുടെ അച്ഛൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. ആ വീട്ടിൽ ചെന്നപ്പോ രണ്ടാമത്തെ പെൺകുട്ടി കംപ്ലീറ്റ്ലി കൊലാപ്സ്ഡ്. അവള് കരയുന്നുണ്ട് നല്ലോണം. മൂത്ത പെൺകുട്ടി, ആദ്യത്തവള് കുട്ടിയുണ്ട്, ആ കുട്ടി അവിടെയും ഇവിടെയൊക്കെ ഓടുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് പോകുന്നുണ്ട്, അതിനെ പിടിക്കുന്നുണ്ട്, കണ്ണുനീരൊക്കെ വരുന്നുണ്ട്, അവളും കരയുന്നുണ്ട്. പക്ഷെ അത്ര തളർന്നിട്ടില്ല. ഒരേ അച്ഛന്റെ 2 മക്കള്. അതെന്താ ഒരാൾ തളർന്നു ഒരാൾ തളരാത്തത്? ഒരേ സ്നേഹാവില്ലേ അച്ഛൻ 2 പേർക്കും കൊടുത്തത്? രണ്ടുപേരും ഒരുമിച്ച് തളരേണ്ടല്ലേ? എന്താ ഒരാൾ തളരാത്തത്? ഒരാൾക്ക് നല്ല ബോധ്യമുണ്ട്, അച്ഛൻ പോയാലും എന്നെ നോക്കാൻ ഒരാളുണ്ട്. മറ്റേ ആൾക്ക് അച്ഛൻ പോയതോടുകൂടി ഇനി ആരും ഉണ്ട് എന്നുള്ള ചോദ്യം അതിന് ഉത്തരവില്ല. ഒരു നഷ്ടബോധമുണ്ട് അയാൾക്ക്. എന്നാൽ മറ്റേ നഷ്ടബോധം ഉണ്ടെങ്കിലും നഷ്ടപ്പെടാത്ത ഒന്ന് കൂടെയുണ്ട്, ഇല്ലേ? നഷ്ടപ്പെടാത്തൊരു ഭർത്താവ് കൂടെയുണ്ട്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം വിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക.
നിഗമകൽപ്പതരോർഗളിതം ഫലം. ബഹുരസമാണത്. നിഗമകൽപ്പതരു, കൽപ്പതരു വൃക്ഷം, നിഗമം വേദം, വേദമാകുന്ന വൃക്ഷം, അതിലെ ഗളിതം ഫലം, അതിൽ നിന്ന് വീണ പഴമാണ്. ആ പഴം ആര് കൊത്തി? ശുഖം ഒരു തത്ത കൊത്തിയുണ്ട്. എന്നിട്ട് ആ തത്തുള്ളിൽ നിന്നോ ശുഖമുഖാൽ അമൃതദ്രവം, അതിൻ്റെ രസം എവിടുന്ന് വന്നുകൊണ്ടിരിക്കണോ? ശുഖൻ്റെ മുഖത്ത് നിന്ന്. അങ്ങനെയുള്ള ഭാഗവത രസം പിബത ഭാഗവത രസം രസികാ ഭുവി പാവുക. രസിക്കാൻ കഴിവുള്ളവരെ നിങ്ങളെല്ലാവരും ഈ ഭാഗവത രസം അനുഭവിക്കൂ. കാരണം ഇത് നിങ്ങളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? രസമാലയം, രസങ്ങളുടെ ആലയത്തിലേക്കാണ്. സർവരസങ്ങളുടെയും ആലയം ഇരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും ഒരു ഉറവിടമുണ്ടായിരിക്കണം. എൻ്റെ മനസ്സിന് എന്ത് ആസ്വദിക്കണമെങ്കിലും ആ മനസ്സിൻ്റെ പിന്നിൽ ആരുണ്ടാവണം? ഭഗവാൻ ഉണ്ടാവണം. സകല രസങ്ങളുടെയും ആലയം എവിടെയാണ്? മനസ്സിൻ്റെ പിന്നിലുള്ള സത്യം തന്നെയാണ്. മനസ്സിലല്ല വാസ്തവത്തിൽ സുഖം ഇരിക്കുന്നത്, ആണോ? മനസ്സിൻ്റെ ഒരു സമനില തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സുഖമൊന്നുമില്ല, ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ രസങ്ങളുടെയും ആലയം ഏത് തന്നെയായിരിക്കണം? ഇന്ന് നമ്മുടെ മനസ്സാണ് ആലയം. എന്ത് കിട്ടിയാലും മനസ്സിനാണ് ആനന്ദം. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് എന്നിട്ട് ഒരാൾ എന്ന് പറഞ്ഞു അത്രേ, അങ്ങ് ഈ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ മനസ്സിലായിണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. ചോദിച്ചു എന്താണ്? അതെ, ആ സത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിത്തത്തിനൊരു ആനന്ദം ഉണ്ടല്ലോ, കേമായി 4. അതാണത്രേ സത്ത് ചിത്ത് ആനന്ദം. സത്തകത്ത് ചെല്ലുമ്പോൾ ചിത്തത്തിനുണ്ടാകുന്ന ആനന്ദം. പോരെ, കേമായില്ലേ? നല്ല നിർവചനം. എല്ലാ കള്ളുഷാപ്പുകൾക്കും നന്ദി. അപ്പോ ചിത്തത്തിനാണ് ആനന്ദം എന്നാണ് ഇപ്പം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ചിത്തത്തിന് പോലും ആനന്ദം അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആര് വേണം? എല്ലാ ആനന്ദങ്ങളുടെയും രസങ്ങളുടെയും ആലയം അത് തന്നെയാണെങ്കിൽ അത് പിബത ഭാഗവതം. ഭാഗവതം കുടിച്ചാൽ, ഭാഗവതം മനസ്സിലാക്കിയാൽ രസം ആലയം, ആലയം രസം നിങ്ങൾക്ക് അനുഭവിക്കാം. എല്ലാ രസങ്ങളുടെയും ആലയമായിരിക്കുന്ന ആ പരമസത്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ഭാഗവതത്തിനെ കുറിച്ച് വേദവ്യാസ മഹർഷി ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. ഇനി ഭാഗവതം ആരംഭിക്കുകയാണ്. ഇതെവിടെയാണ് പറയുന്നത്? പറഞ്ഞ് ഞാൻ നിങ്ങളോട് നേരത്തെ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ശൗനകാദി മഹർഷിമാർ ഒരു യാഗം ചെയ്യണം, കലിയുഗത്തിലെ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് കടന്നു വരുന്നു രോമഹർഷൻ എന്ന് പറയുന്ന ഒരു സൂതൻ്റെ അല്ലെങ്കിൽ പുരാണ ആചാര്യൻ്റെ പുത്രനായ സൂത മഹർഷി. അപ്പം സൂതൻ കടന്നു വരുന്നു എവിടേക്ക്? നൈമിഷാരണ്യത്തിലേക്ക്. അവിടെ യാഗം ചെയ്യുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ്? നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. അങ്ങോട്ട് കടന്നു വരികയാണ്. ഇതാണ് കഥ. ഇതൊക്കെ നോക്കുമ്പോണ്ടല്ലോ വളരെ ചിന്തനീയാണ്. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ തോന്നും നമ്മൾ കുട്ടിക്കാലത്തെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്ന എത്ര നന്നായിരുന്നു. അത്ര ഗംഭീരമാണ് ഇതിൻ്റെ പ്രയോഗങ്ങളൊക്കെ. നൈമിഷേ ആ നിമിഷക്ഷേത്രേ, നൈമിഷം ഓരോ നിമിഷവും, ആ നിമിഷക്ഷേത്രേ ആ നിമിഷൻ്റെ ക്ഷേത്രം. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണം എന്നാലേ മനസ്സിലാവുള്ളൂ. ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഉറങ്ങാത്തവൻ അർത്ഥം. ആ നിമിഷം ഒരിക്കൽ പോലും ഉറങ്ങാത്തവൻ്റെ നൈമിഷിക ക്ഷേത്രം. ഹലോ, മനസ്സിലാവോ നിങ്ങൾക്ക്? ഉറങ്ങാത്തവൻ്റെ നൈമിഷിക ക്ഷേത്രം ഏതായിരിക്കണം? ഓരോ നിമിഷവും നൈമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രം ഏതായിരിക്കണം? ശരീരം. ആരായിരിക്കണം ഉറങ്ങാത്തവൻ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അപ്പോൾ ഈ നൈമിഷാരണ്യം എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നടക്കുന്ന കഥയാണ്. അവിടെ ശൗനകനാകുന്ന ഋഷി സത്രം എന്തിനു വേണ്ടിയിട്ട്? സ്വർഗായ പല സത്രങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നു. സത്രം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗായ സുഖത്തിന് വേണ്ടി. സ്വർഗത്തിൽ എന്താ കിട്ടുക? സുഖം. അപ്പോൾ ഇവിടെ ശൗനകൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയാണ് ശൗനകൻ എന്ന് പറയുന്നത്. ശുനകൻ എന്ന് പറഞ്ഞാൽ അന്വേഷണ ബുദ്ധിയുള്ളവൻ, അന്വേഷിക്കുന്നവൻ. അപ്പം ഇന്ദ്രിയങ്ങളും മനസ്സും അന്വേഷിക്കുകയാണ്. എവിടെയാണ്? സുഖം അന്വേഷിക്കുകയാണ്. അങ്ങനെ സത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്
അങ്ങോട്ട് കടന്നു വരുന്നു. ആര്? സൂതൻ. സൂതൻ എന്ന് പറഞ്ഞാൽ സാരഥി. സൂതൻ എന്ന് പറഞ്ഞാൽ നയിക്കാൻ സാധിക്കുന്നവൻ. ആരാണ്? ഗുരു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഗുരു അങ്ങോട്ട് കടന്നു വരുന്നു. ഇവിടെ നമ്മളെ നയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ നൈമിഷാരണ്യത്തിൽ നടക്കുന്ന ഈ ചർച്ച എവിടെ നടക്കുന്നതാണ്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെ നടക്കുന്നൊരു കഥയായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ കഥയിലേക്കും തത്വത്തിലേക്കും ഒരുമിച്ച് പോവാം. എന്താ അവിടെ നടക്കുന്നത്? എന്താ അവിടെ അവർ ചോദിക്കുന്നത്? തയേകഥാ മുനയപ്രാദുർഹൂതഹൂതാഗ്നയാ സത്കൃതം സൂതമാസീനം പപ്രച്ചൂരിതമാതരാൽ. ആ സൂതമഹർഷിയെ അഭിവാദ്യം ചെയ്ത് ഇരുത്തി അവരോട് ചോദിക്കുകയാണ്, അങ്ങ് അനവധി ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ച ആളാണ്, വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ്, അങ്ങക്കെല്ലാം അറിയാം. യാനി വേദവിദം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേച്ച മുനയ സൂത പരാപരവിദോ വിദോ വേത്വം സൗമ്യ സർവം തത്വസ്തനുഗ്രഹാൽ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. അങ്ങ് ഗുരുവിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയ ആളാണ് എന്ന് മാത്രമല്ല, അങ്ങേക്കുള്ളൊരു കഴിവ് മനസ്സിലാക്കിയതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുള്ള ആളാണ്. ഒരു ഗുരുവിൻ്റെ ലക്ഷണം അങ്ങനെയായിരിക്കണം. താൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായൽ വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയ തന്ന ശംസിതുമർഹസി. ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ശ്രേയസ് എന്ന് പറയുന്നത് എന്താണ്? ശ്രേയസ്കരമായൊരു ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കി തരൂ. പിന്നീട് എവിടെയാണെങ്കിലോ പ്രായേണൽപായുഷസഭ്യ കലോ അസ്മിൻ യുഗേ ജനാ മന്ദാസു മന്ദപതയോ മന്ദഭാഗ്യാഹി ഉപദ്രുതാം. ഈ കലിയുഗത്തിൽ 3 ദോഷങ്ങളുണ്ടത്രേ. ഒന്ന്, ആളുകളുടെ കായുസ് അല്പായുഷ, എപ്പം മരിക്കുമെന്ന് പറയാൻ പറ്റില്ല. റോഡിൽ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. LIC പോളിസി ഒക്കെ എടുത്താലും ശരി, എന്തൊക്കെയായാലും നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പിന്നെയോ മറവി, വേഗം വേഗം വരിക, കേട്ട് തന്നെ മറക്കണോ. മറവിയാണ് ഈ കലിയുഗത്തിൽ വേറൊന്നുള്ളത്. മറവി വന്ന് 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 ഒരാളുടെ മറവി നല്ല രസമുള്ള മറവിയാണ്. അയാൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ മറവി തുടങ്ങിയിരിക്കണോ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഭാര്യയോട് പറഞ്ഞാൽ, മക്കളോട് പറഞ്ഞാൽ അപ്പം മറക്കുക. ഡോക്ടർ ചോദിച്ചു, എത്ര കാലമായി ഈ രോഗം വന്നിട്ട് എന്ന്. അപ്പം അയാൾ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഏത് രോഗം? അതുപോലും അയാൾ മറന്നുപോയി. ഇതാണ് കലിയുഗത്തിലെ വേറെ ദോഷം. ഒന്ന് ആയുസ് കുറവ്, 2 മറവി. ഇനി മൂന്നാമത്തതാണെങ്കിലോ ഈ കലിയുഗത്തിൽ വേറെന്നുള്ളത്, ആളുകൾക്ക് പരസ്പരം ആ ഒരു പഴയ ഒരു സ്നേഹബന്ധം ഇല്ലാതെ വന്നു. അപ്പോൾ പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ്, ആരും ഇല്ല എന്നുള്ള തോന്നൽ. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം. അതുകൊണ്ട് ഞങ്ങളെ ശ്രേയസ്സിലേക്ക് നിങ്ങൾ ഉയർത്തണം. എന്നിട്ട് ചോദിക്കുകയാണ്, ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശാം അധസാദോത്രയസ്ഥാനം സമുദ്രിത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനം ഏനാത്മാ സംപ്രസീദതി. വളരെ ഗംഭീരമാണ്. ഭൂരീണി ഭൂരി കർമാണി. സംസ്കൃതം അറിയാത്തവർ വിചാരിക്കുന്നത് എന്താ സ്വാമി ഭൂരി പൂരി പൂരി പറയണത്? ഭൂരീണി ഭൂരി കർമാണി, അനവധി കർമ്മങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ചെയ്യാനുണ്ട്. ശ്രോതവ്യാനി വിഭാഗശ, അനവധി കേൾക്കാനുമുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സാരം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്, കേൾക്കേണ്ടത് എന്താണ്? അങ്ങനെ ഒരു ചിന്തന. ഇനി മറ്റൊരു ചിന്തനമുള്ളത്, അനവധി കർമ്മങ്ങൾ ചെയ്തു. എത്ര കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എത്ര കാര്യങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും മനസ്സിന് എന്ത് വന്നിട്ടില്ല? ആത്മാ സംപ്രസീദതി. ശൗനക സൂത സംവാദത്തിലേക്ക് വന്നപ്പോൾ സൂത മഹർഷിയോട് ശൗനകന്മാർ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: അനവധി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അനവധി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതുകൊണ്ടൊന്നും മനസ്സിന് എന്ത് വന്നിട്ടില്ല? പ്രസന്നത വന്നിട്ടില്ല. എങ്ങനെയാണ് പ്രസന്നത വരുത്തുക? ഇവിടെയാണ് ഭാഗവതം ശൗനകന്മാർക്ക് സൂതൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചോദ്യങ്ങളില്ലാതെ ജീവിതം ആരംഭിച്ചവരാണ് നമ്മൾ. ചോദ്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, യഥാർത്ഥമായൊരു ചോദ്യമില്ല. എന്താ ജീവിതത്തിൽ നേടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും,
കുറച്ച് അറിവ് നേടണം, കുറച്ചൊക്കെ ഒരു സംസ്കാരം വേണം, പണം വേണം, അടിപൊളിയായിട്ട് ജീവിക്കണം. ഇത് തന്നെ കാവോ പിയോ മജാകരോ, കുടിക്കുക, കൂത്താടുക, അതൊക്കെ വേണം. അതൊക്കെയാണ് ജീവിതം എന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. സമൂഹം അങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് നാം കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെയാണ്, അല്ലേ? ഇതല്ല, 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 ഇതായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. ശരിക്കും ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? മരിക്കുന്നത് വരെ എന്താ വേണ്ടത്? തീർച്ചയായിട്ടും എന്തൊക്കെ വേണം? ഭാര്യ വേണം, വേണോ? വായും ആഹാരമൊക്കെ ഉണ്ട്, പ്രകൃതിയിൽ എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മളെ സംബന്ധിച്ച് സ്വാർത്ഥരാണ് നമ്മൾ, അതുകൊണ്ട് നമ്മുടെ തലത്തിൽ ചിന്തിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ 3 കാര്യങ്ങളെ വേണ്ടു. ഒന്നാമത് വേണ്ടത് മരിക്കുന്നത് വരെ ആരോഗ്യമുള്ളൊരു ശരീരം വേണം. വേണോ? വേണോ? ആരോഗ്യമുള്ളൊരു ശരീരം വേണം. രണ്ടാമത് നോക്കിയപ്പോൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും തളരാത്തൊരു മനസ്സ് വേണം. വേണോ? വേണം. മൂന്നാമത് മരിക്കുന്നത് വരെ ഓർമ്മശക്തി വിട്ടുപോവാത്തൊരു ബുദ്ധി വേണം. ശരിയാണോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ സംബന്ധിച്ച് പ്രസന്നതയിൽ ജീവിക്കാൻ അയാൾക്ക് സാധിക്കില്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം കുട്ടിക്കാലത്ത് മനസ്സിലാക്കുന്നതാവില്ല പിന്നീടുള്ള അനുഭവം. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് ജീവിതം എന്തെന്നറിയാതെ ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോവും, പലതും നമ്മൾ അനുഭവിക്കും. അങ്ങനെയൊക്കെ പിന്നീട് നമ്മൾ ദുരന്തങ്ങളിൽ അനുഭവപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത് ആരോഗ്യം നഷ്ടപ്പെട്ടു, മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. അവസാനം നമ്മളെ സംബന്ധിച്ച് ബാഹ്യമായ എല്ലാം ഉണ്ട്, ആന്തരികമായി ഒന്നുമില്ല. പണ്ടൊരാൾ പറഞ്ഞതുപോലെയാണ്, കാരണവർ പറഞ്ഞതുപോലെയാണ്, എല്ലാം ഉണ്ട് എന്നാൽ ഒന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്ക് 2 കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പം? അവൾ എണീറ്റാൽ അവൾ കിടക്കാൻ പറ്റില്ല, അവൾക്ക് കിടന്നാൽ അവൾ എണീക്കില്ല. എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് പറ്റില്ല, മാനസികമായിട്ട് ധൈര്യമില്ല, ഓർമ്മശക്തിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പം ഈ 3 ഒരാൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് പ്രസന്നത നിലനിർത്താൻ സാധിക്കും. അപ്പം അടിസ്ഥാന കാര്യം എന്താണ് നമുക്ക് വേണ്ടത്? ഇതാരും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ല, അല്ലേ? ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതാണ് എന്താ വേണ്ടതെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അപ്പം ഇവിടെ പറയുകയാണ്, യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ആത്മപ്രസന്നതയാണ്. ആത്മപ്രസന്നത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആരോഗ്യമുള്ളൊരു ശരീരം, ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ളൊരു മനസ്സ്, ഒരിക്കലും നശിച്ചു പോവാത്തൊരു ബുദ്ധി, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? അതാണ് സൂത മഹർഷിയോട് ശൗനകന്മാർ ചോദിക്കുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ സൂത മഹർഷി ഉത്തരം പറയാണ്. ആദ്യം തന്നെ നമിക്കുന്നത് തൻ്റെ ഗുരുവായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയാണ്. യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാത്തരവോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി. ഈ ശ്ലോകം നമ്മൾ നേരത്തെ കണ്ടു. വേദവ്യാസ മഹർഷിക്ക് 4 പുത്രന്മാർ. ആരൊക്കെയാ 4 പുത്രന്മാർ? ഒന്ന് ധൃതരാഷ്ട്രൊരു പുത്രനാണ്, പാണ്ഡുരു പുത്രനാണ്, വിതുരനൊരു പുത്രനാണ്, 4ാമത്തെ പുത്രനാണ് ശ്രീശുക ബ്രഹ്മർഷി. 4 പുത്രന്മാർ. കഥ അറിയാലോ. കൗരവരുടെ വംശം, കുരുവംശത്തിൽ ശന്തനു മഹാരാജാവ് ആദ്യം ഗംഗാദേവി വിവാഹം കഴിച്ചു. 7 കുട്ടികളെ ഗംഗ കൊണ്ടുപോയി. 8ാമത്തെ കുട്ടിയെ കൊണ്ടുപോകാൻ തടഞ്ഞു നിർത്തി. എപ്പോ തടയുമോ ഞാൻ തിരിച്ചു പോകുമെന്ന് ഗംഗ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഗംഗ കുട്ടിയെയും കൊണ്ടുപോയി. ദേവവ്രതൻ എന്ന പേരിൽ കുട്ടി തിരിച്ചു വന്നു. ശന്തനു മഹാരാജാവ് വീണ്ടും ഒരിക്കൽ നായാട്ടിന് പോകുമ്പോൾ മുക്കുവ സ്ത്രീ കാണുന്നു. ആ മുക്കുവ സ്ത്രീയിൽ അനുരാഗം വന്നു.
പുത്രന് രാജ്യഭാരം കൊടുക്കുകയാണെങ്കിൽ മകളെ തരില്ല എന്ന് മുക്കുവൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ വിഷണ്ണനായ അച്ഛൻ്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദേവവ്രതൻ താൻ തന്നെ നേരിട്ട് ചെന്ന് ആ മുക്കുവ പിതാവിനോട് പറഞ്ഞു, ഞാൻ രാജ്യഭാരം ഉപേക്ഷിക്കും, വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എന്തായി തീർന്നു? അത്രേ, ഭീഷ്മൻ എന്നുള്ള പേരായി തീർന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിൽ അച്ഛന് വേണ്ടി പെണ്ണന്വേഷിച്ച ആദ്യത്തെ മകനായിരിക്കും. സാധാരണ അച്ഛന്മാരാണ് മക്കൾക്ക് പെണ്ണന്വേഷിക്കുക. ഇവിടെ മകനാണ് അച്ഛന് പെണ്ണന്വേഷിക്കുന്നത്. കൊണ്ടുവന്നു സത്യയെ. അങ്ങനെ ആ സത്യവതിയിൽ പുത്രോത്പാദനം ചെയ്തു. 2 പുത്രന്മാരുണ്ടായി. അവരായിരുന്നു ചിത്രാംഗതനും വിചിത്രവീര്യനും. അവർ രണ്ടുപേരും വളർന്നു വരുന്നു. ചിത്രാംഗതനായിരുന്നു രാജാവ്, പക്ഷെ അയാൾ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യന് വേണ്ടിയിട്ട് ഭീഷ്മ പിതാമഹൻ ക്ഷത്രിയന്മാരുടെ രീതിയിൽ കാശി രാജാവിൻ്റെ 3 മക്കളെ അപഹരിച്ചു കൊണ്ടുവരുന്നു. അംബ, അംബിക, അംബാലിക. അംബ പറഞ്ഞു, ഞാൻ സ്വാലരാജാവിൻ്റെ കാമുകിയാണ്, എന്നെ വിടണമെന്ന്. അവളെ വിട്ടു. അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം ചെയ്യാൻ പറ്റാതെ വിചിത്രവീര്യൻ മരിച്ചു. രാജ്യം അന്യമായി. ഇനി ആരെ കൊണ്ട് പുത്രോത്പാദനം ചെയ്യിക്കും? സത്യവതീദേവി ഭീഷ്മരോട് പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് പുത്രോത്പാദനം ചെയ്യാൻ പറയുമ്പോൾ പറയും, സാധ്യമല്ലമ്മേ, എടുത്ത വ്രതം ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. അങ്ങനെ വേദവ്യാസ മഹർഷിയെ വരുത്തുകയാണ്. അമ്മയുടെ മറ്റൊരു പുത്രനാണ് ആര്? വേദവ്യാസ മഹർഷി. അവരിലൂടെ പുത്രോത്പാദനം ചെയ്യുന്നു. അങ്ങനെയാണ് 2 പേരിലൂടെ, അംബികയിലൂടെയും അംബാലികയിലൂടെയും, ഒരാൾ ധൃതരാഷ്ട്രനായി, മറ്റൊരാൾ പാണ്ഡുവായി. ഇതെല്ലാം വേദവ്യാസ മഹർഷി വന്ന് പറയും സത്യവതി ദേവിയോട്. ഒരുത്തി പേടിച്ച് ഭയവിഹ്വലയായിട്ടാണ് എന്നെ സ്വീകരിച്ചത്, മറ്റവളാണെങ്കിൽ വിളറിപ്പോയി. ഒരുത്തന് നല്ല ആയുസ് ഇതൊക്കെ ഉണ്ടാവും, ശക്തിയൊക്കെ ഉണ്ടാവും, മറ്റവന് ആയുസ്സുണ്ടാവില്ല. എന്നാൽ ഒന്നുകൂടി പുത്രോത്പാദനം ചെയ്യാൻ പറയുമ്പോൾ അംബിക ചെന്ന് ദാസിയെ പറഞ്ഞയച്ചു. ആ ദാസിയിലുണ്ടാകുന്ന പുത്രനാണ് ആര്? വിതുരന്. പിന്നീട് വേദവ്യാസ മഹർഷിക്ക് വധിക എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു അത്രേ. പൊതുവെ കേട്ടിട്ടുണ്ടാവില്ല, വധിക. ആ ഭാര്യയിലുള്ള പുത്രനാണത്രേ ആര്? ശ്രീശുക ബ്രഹ്മർഷി. 12 വർഷം ഗർഭപാത്രത്തിലിരുന്നു എന്നാണ്. എന്നിട്ട് 12ാമത്തെ വർഷമാണത്രേ പുറത്തേക്ക് വന്നത്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഇന്നൊക്കെയാണെങ്കിൽ കീറി മുറിച്ച് പുറത്തെടുക്കാനുള്ള വഴിയുണ്ടല്ലോ. ഏതായാലും അങ്ങനെയുള്ള പുത്രൻ ജന്മം തന്നെ യം പ്രവ്രജന്തമനുപേതമപേത കൃത്യം, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ അപേതകൃത്യം, കൃത്യങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നവൻ, പ്രവ്രജന്തം, ഇറങ്ങി നടന്നവൻ, അച്ഛനോടും അമ്മയോടൊന്നും ഒരു ബന്ധവുമില്ലാത്തവൻ ഇറങ്ങി നടന്നപ്പോൾ വേദവ്യാസ മഹർഷി പുറകിൽ ചെന്നിട്ട് ആലോചിച്ച് നോക്കുക രംഗങ്ങളൊക്കെ. കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് നടക്കുക, അച്ഛൻ പുറകിൽ വന്ന് ചെന്നിട്ട് പുത്രാ പുത്രാ ഇതി ദ്വൈപായനോ വിരഹകാതരാജുഹാവ. വിരഹത്തിൻ്റെ വേദന കൊണ്ട് തൻ്റെ പുത്രൻ്റെ പിന്നാലെ ഓടി പുത്ര പുത്ര എന്ന് വിളിക്കുമ്പോൾ ആ പുത്രൻ മറുപടി പറഞ്ഞില്ല. പിന്നെ ആരാ മറുപടി പറയുന്നത്? തരവോ പിന്നേതു. വൃക്ഷങ്ങളിൽ ചെന്ന് തട്ടി ആ പ്രതിധ്വനി കേൾക്കുമ്പോഴാണ് വേദവ്യാസ മഹർഷിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ പുത്രൻ എന്നുള്ള ബന്ധത്തിൽ നിന്ന് മുക്തനായി സർവഭൂതഹൃദയം, എല്ലാ ഭൂതങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ് താനെന്ന ബോധം ദൃഢമായിരിക്കുന്ന ആ പുത്രനെ മുനി നമസ്കരിച്ചു എന്നാണ്. എന്നിട്ട് ആ മഹർഷി എന്ത് ചെയ്തു? യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദിശതന്തമുന്തം സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനം. തൻ്റെ അനുഭവങ്ങളുടെ വൈഭവം, തൻ്റെ സ്വന്തം അനുഭവം, ആ അനുഭവങ്ങളുടെ വൈഭവത്തിൽ ജീവിച്ച അദ്ദേഹം അധ്യാത്മദീപം അതിതിദിശതം, താൻ മനസ്സിലാക്കിയിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മീയ പ്രകാശം കൊണ്ട് എല്ലാ അന്ധകാരത്തെയും അവിവേകത്തെയും എല്ലാവിധത്തിലുള്ള ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും നിഴലിലെയും നീക്കാൻ സാധിക്കുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് ഉയർന്ന മഹാത്മാവ് താൻ മനസ്സിലാക്കിയിരിക്കുന്ന പരമസത്യത്തെ, തൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഈ പുരാണ ദീപം ഭാഗവതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിണം കരുണയാഹ, ജീവിതത്തിൻ്റെ ഒരു പ്രലോഭനത്തിൽ ഒരു മഹാത്മാവിനെ അപമാനിക്കാൻ ഇടവന്ന പരീക്ഷിത്ത് മഹാരാജാവിന് കാരുണ്യം കൊണ്ട് പകർന്നു കൊടുത്ത ഈ പുരാണഗുഹ്യം, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പകർന്നു തന്ന ഈ പുരാണഗുഹ്യം തന്ന ആ വ്യാസസൂനുവിനെ നമസ്കരിക്കുന്നു. പിന്നീട് നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയൽ.
ആദിനാരായണൻ ഭഗവാനെ നമസ്കരിക്കുന്നു. പിന്നീട് നരനാരായണ ഋഷിമാരെ നമസ്കരിക്കുന്നു. സരസ്വതീ ദേവിയെ നമസ്കരിക്കുന്നു. എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് സൂത മഹർഷി ഉത്തരം പറയാണ്. മഹർഷിമാരെ, നിങ്ങൾ ചോദിച്ചില്ലേ എങ്ങനെയാണ് ആത്മാവിന്, മനസ്സിന് പ്രസന്നത വരിക എന്നുള്ളത്? അതിന് ഇന്ന് എളുപ്പമായൊരു മാർഗം ഏതാണത്രേ? വളരെ രസകരമായിട്ട് 2-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സവൈപ്പും സംപരോ ധർമ്മോ യഥോ ഭക്തിരദോക്ഷജേ അഹൈതുക്യ പ്രതിഹത യയാത്മാ സംപ്രസീദതി. മനസ്സിന് പ്രസന്നത കിട്ടാൻ, മനസ്സിന് എപ്പോഴും ഒരു ധൈര്യം കിട്ടാൻ, ഓർമ്മശക്തിയൊക്കെ നിലനിൽക്കാൻ, മനസ്സിന് ദൃഢത കിട്ടാൻ, ആരോഗ്യമുണ്ടാവാൻ എന്താ വേണ്ടത്? ഭക്തി അദോക്ഷജേ യത് പരമോധർമ്മം. നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം, മുഖ്യധർമ്മം, ഏറ്റവും വേണ്ടത്, നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് അദോക്ഷജേ ഭക്തി. അദോക്ഷജനിൽ ഭക്തി വേണം. ഈ ശബ്ദം ഞാൻ മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, അദോക്ഷജെന്ന് അല്ലേ? അദോക്ഷജെന്ന് പറഞ്ഞാൽ, അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സ്, ജം എന്ന് പറഞ്ഞാൽ അതിനെ ഉണർത്തുന്നവൻ. അതോ അക്ഷജെന്ന് പറഞ്ഞാൽ, ബഹി എന്ന് പറഞ്ഞാൽ പുറത്ത് സംസ്കൃതത്തിൽ, അധം എന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട് ഉറങ്ങുന്ന മനസ്സിനെ ഉണർത്തുന്നവനാരോ അവനെയാണ് അദോക്ഷജൻ. ഭാഗവതത്തിൽ ഭഗവാനെ വിളിക്കുന്ന ആദ്യത്തെ പേര് ഭഗവാനോ മറ്റുള്ള പേര് നാരായണനൊന്നുമല്ല വിളിക്കുന്നത് അദോക്ഷജനാണ്. അപ്പൊ അദോക്ഷജനിൽ എന്ത് വേണം? ഭക്തി വേണം. ഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം, സാധാരണ നമ്മൾ ഭക്തി എന്നുള്ളതിനൊക്കെ കൈകൂപ്പി തൊഴുക, അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് ഭക്തിയുടെ പറയുന്നത്. ഇവിടെ നമ്മളോട് ഭക്തി എന്ന് പറയുന്നത് പ്രേമം. ഭഗവാനിൽ നമുക്ക് പ്രേമം വേണം. ഭഗവാനിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിക്കണം. ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കണം. പ്രേമത്തോടുകൂടി കൊണ്ടുവരാൻ സാധിക്കണം. എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കണം? അഹൈതുക്യ അപ്രതിഹത യ ആത്മാ സംപ്രസീദതി. അഹൈതുക്കി അപ്രതിഹത. നല്ല 2 വാക്കുകളാണ്. അഹൈതുകവുമാവണം, അപ്രതിഹതവുമാവണം. ഈ സംസ്കൃത വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ഒരു പരിഭ്രമം വരും. അഹൈതുകം എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് പോകുന്നവരാണ്. എന്നാൽ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ഭക്തിയല്ല. മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഏത് ഭക്തിയാണ് അത്ര വേണ്ടത്? അഹൈതുകമാണ്. അഹൈതുകം എന്ന് പറഞ്ഞാൽ സമർപ്പണമുള്ള ഭക്തി. ശ്രദ്ധിക്കണേ ഈ വാക്ക്. സമർപ്പണ ഭക്തിയുമുണ്ട്, പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഭക്തിയുമുണ്ട്. പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഭക്തി അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഭക്തി സമർപ്പണത്തിന്റെ. ഇനി 2ാമത് പറയണ അപ്രതിഹതം. പ്രതിഹതം ഉണ്ടാവരുത്. പ്രതിഹതം എന്ന് പറഞ്ഞാൽ, ഹതം എന്ന് പറഞ്ഞാൽ വിടവ്, മുറിവ്, ഒടിവ് എന്നൊക്കെയാണ് ഹതം എന്നുള്ളതിന്. വിട്ടുപോകരുത് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? വിട്ടുപോകരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രേമം, ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കണം, ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കണം, മനസ്സ് അവിടെ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത്. ഇങ്ങനെയുള്ളൊരു മനസ്സ് ആർക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ അവർക്ക് എന്ത് കണ്ടെത്താം? എപ്പോഴും പ്രസന്നതയിൽ ജീവിക്കാൻ സാധിക്കും. സ്വാമി ഒന്നുകൂടി പറയൂ. അതായത് മനസ്സിൻ്റെ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിക്കാൻ സാധിക്കണം. അതിനെ പ്രേമം എന്ന് പറയും. 2ാമത് അവിടെ മനസ്സിനെ ഉറപ്പിക്കണം, അവിടേക്ക് മനസ്സിനെ അവസാനം സമർപ്പിക്കണം. ഇങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് കണ്ടെത്താം? പ്രസന്നത. ഒന്നും മനസ്സിലായില്ലേ സ്വാമി? കാരണം മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകളില്ലാതെ നിങ്ങളും ഞാനും അമ്പലത്തിൽ പോവോ? കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പിന്നിലൊരു ഷുഗർ മാറണേ ഭഗവാനേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഉടനെ പറയുന്നത് എന്താ അറിയോ? മാറ്റി തന്നാൽ ഞാൻ 100 രൂപയുടെ പാൽപ്പായസം കഴിക്കാമെന്ന്. എന്നിട്ട് അത് കഴിച്ചിട്ട് 2 ഗ്ലാസ് ഇയാൾ അടിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. ഗുരുവായൂരപ്പൻ്റെ പ്രസാദമല്ലേ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെയുള്ളവരുണ്ട്. ഇഞ്ചക്ഷൻ അടിച്ചാൽ എന്താ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഭക്തി
സമർപ്പണത്തിന്റെ ഭക്തിയല്ല. ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഭക്തി എങ്ങനെയുള്ള ഭക്തിയാണ്? ഓരോ കാര്യങ്ങൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ ഭാഗവതം ഇങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ രസമാണ്. കുട്ടിക്കാലത്തെ നമ്മളൊക്കെ അപേക്ഷകളോടുകൂടിയാണ് അമ്പലത്തിൽ പോയത്. പരീക്ഷ പാസ്സാക്കി തരണേ അല്ലേ? പരീക്ഷാ സീസണിലാണല്ലോ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ കുട്ടികൾ പോവുക, നാളികേരം മുട്ടിക്കാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ കല്യാണം നടന്നില്ലെങ്കിൽ അതിന് പ്രാർത്ഥന, കുട്ടിയായിട്ടില്ലെങ്കിൽ അതിന് പ്രാർത്ഥന, പിന്നെ അത് കഴിഞ്ഞ് വീടായിട്ടില്ലെങ്കിൽ അതിന് പ്രാർത്ഥന. എല്ലാം തികഞ്ഞാലോ ഇനി ഭഗവാനെ ഉപദ്രവിക്കരുതേ എന്നുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പറയാണ്, നമുക്ക് വേണ്ടത് സമർപ്പണത്തിൻ്റെതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മനസ്സവിടെ തന്നെ ഉറച്ചു നിൽക്കണം. മനസ്സിലാവുണ്ടോ? ഈ രണ്ട് ഭക്തികൾ, ഒന്ന് പ്രതീക്ഷയോടുകൂടിയ ഭക്തിയും ഒന്ന് സമർപ്പണത്തിൻ്റെ ഭക്തിയും. ഞാനൊന്ന് മനസ്സിലാക്കി തന്നിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ ഭഗവാനോട് വല്ലതും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? പ്രാർത്ഥിച്ചത് നടക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചത് മുഴുവൻ നടന്നാൽ അപകടമാവില്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് ഭഗവാൻ നേടിത്തന്നു കഴിഞ്ഞാൽ ഭഗവാന് ചിലവരോട് പ്രാർത്ഥിക്കുന്നവരോടൊരു പ്രിയവും പ്രാർത്ഥിക്കാത്തവരോടൊരു അപ്രിയം ഉണ്ടാവുമോ? അപ്പം ഭഗവാൻ സമനാണ് എന്ന് ഭഗവാൻ പറയുന്നു, സമമിത്രോച്ച ശത്രോച്ച. എനിക്ക് മിത്രവും ഒരുപോലെയാണ്, ശത്രുവും ഒരുപോലെയാണ്. ഈ വാക്കുകളൊക്കെ തെറ്റുമോ? ഉണ്ടോ ഇല്ലയോ? മനസ്സിലാവണ്ടേ നിങ്ങൾക്ക്? നമ്മൾ പ്രാർത്ഥിച്ചത് ഭഗവാൻ നേടിത്തന്നാൽ പ്രാർത്ഥിക്കാത്തവർക്ക് ഭഗവാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഭഗവാന് എന്തുവരും? ചിലവരോടൊക്കെ ഒരു പ്രിയം വരും, ചിലരോടൊക്കെ അപ്രിയം വരും. എന്നാ ഭഗവാൻ പറയുന്നു, എനിക്ക് പ്രിയരുമില്ല അപ്രിയരുമില്ല, ഞാൻ എല്ലാവർക്കും എപ്പോഴും ഒരുപോലെയാണ്. ഈ വാക്കുകൾ തെറ്റുമോ? അപ്പൊ ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ തെറ്റില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ അത് ശരിയാവുമോ? നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ ഭഗവാൻ പ്രാർത്ഥിച്ചത് നടക്കുക. നമ്മൾ നോക്കുക, ഭാഗവതത്തിലൊക്കെ നോക്കുക, നിങ്ങൾക്ക് കാണാം. നോക്കൂ, ഓരോരുത്തരുടെയും അനുഭവങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ എടുത്തു നോക്കൂ. സ്വന്തം സഹോദരിയുടെ പുത്രൻ പടഞ്ഞു മരിക്കുന്നത് കൃഷ്ണൻ കണ്ടില്ലേ? അദ്ദേഹത്തിന് രക്ഷിക്കാമായിരുന്നില്ലേ? പ്രാർത്ഥിക്കണോ സഹോദരി? പക്ഷെ ഭഗവാൻ രക്ഷിച്ചില്ല. ഇനി അത് കഴിഞ്ഞിട്ടോ, പാഞ്ചാലിയുടെ 5 പുത്രന്മാർ മരിക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ. അവർ രക്ഷിച്ചില്ല, ഭഗവാനെ രക്ഷിക്കാമായിരുന്നില്ലേ? തൻ്റെ പ്രിയപ്പെട്ടവളല്ലേ, എത്രയോ പ്രിയപ്പെട്ടവളാണ് പാഞ്ചാലി എന്ന് ഭഗവാൻ പറയുന്നില്ലേ? രക്ഷിച്ചില്ല. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മൾ കഥകളിലൂടെ പോകുന്ന സമയത്ത് ഭാഗവതത്തിലെ ഏറ്റവും അവസാനം കാണിച്ചു തരുന്ന രംഗം, സ്വന്തം കുലത്തെ രക്ഷിച്ചോ ഭഗവാൻ? അവൻ ഭഗവാൻ എന്താ പ്രാർത്ഥിച്ചാൽ രക്ഷിക്കേണ്ടതല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നതല്ല നടക്കുന്നത്, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും അർഹിക്കുന്നതുമാണ് നടക്കുന്നത്. പ്രവർത്തിക്കുന്നതും അർഹിക്കുന്നതും. അർഹിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ചതാണ്. നമുക്ക് ഇന്നത് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം നമ്മൾ ശരീരത്തിനെയാണ് പ്രധാനമായിട്ട് നമ്മളായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും കൊണ്ടു നടക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരത്തിന് മുമ്പും നമ്മുടെ മനസ്സുണ്ടായിരുന്നു. അപ്പോൾ ആ അവിടെയും ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ ചിലത് ബാക്കി നിൽക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആവോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ജന്മങ്ങളിലുള്ള ചില അനുഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് എവിടെയൊക്കെയോ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ക്യാൻസറോ മറ്റുള്ള രോഗങ്ങളോ ഒക്കെ അവന്ന് കാണുന്നില്ലല്ലോ. ഏത് കർമ്മത്തിനാണ് ഈ ഫലം ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ എവിടെ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണത്? ഈ ജന്മം നിങ്ങൾ പറയുമോ? അപ്പൊ നമ്മൾ പൂർവ്വജന്മത്തിന്റെ ഒരു ഫലം എന്ന് പറയുന്നു. എന്നാൽ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ആ ഒരു ശരീരത്തിൽ കൊടുക്കായിരുന്നില്ലേ? അവിടെയാണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്. കാലം പാകമാകുമ്പോഴേ കർമ്മത്തിന്റെ ഫലം വരികയുള്ളൂ. അപ്പൊ കർമ്മത്തിന്റെ കൂടെ ആരും കൂടി വരണം? കാലം വരണം. അപ്പൊ കാലമാണ് അനുഭവങ്ങളെ നിശ്ചയിക്കുന്നത്. പക്ഷെ കാലം നിശ്ചയിക്കാനുള്ള കാരണം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ്. ഭാഗവതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാം. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഒരു കഥയാണ് ഇന്ദ്രയാഗം. മഴ പെയ്യാൻ വേണ്ടി ഇന്ദ്രന് യാഗം ചെയ്യുന്നത് ഉണ്ടല്ലോ ഒരു കഥ. ഭഗവാൻ അച്ഛനോട്
പറഞ്ഞു ഇതല്ല ചെയ്യേണ്ടത്. നമുക്ക് വെള്ളം തരുന്നത് ഗോവർദ്ധനമാണ്, അല്ലെങ്കിൽ പർവ്വതമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രയാഗം മാറ്റി ഗോവർദ്ധന പൂജയാക്കി മാറ്റി. മഴ പെയ്ച്ചു ഇന്ദ്രൻ. പക്ഷെ ഇന്ദ്രനെ നശിപ്പിക്കാൻ സാധിച്ചു? ഇല്ല. കാലം അനുവദിച്ചില്ല. ഇതുപോലെ ഓരോ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, കാലം എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തെ കൊണ്ട് ആര് നിശ്ചയിക്കുന്നു? ഓരോരുത്തരുടെയും കർമ്മങ്ങളാണ്. കർമ്മം പാകമാവണമെങ്കിൽ ആര് വരണം? കാലം വരണം. ലളിതമാണ്. ഇതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു വിത്ത് കുഴിച്ചിടണം. ആ വിത്ത് ഫലമായി വരണമെങ്കിൽ ആര് നിശ്ചയിക്കണം? കാലം നിശ്ചയിക്കണം, അല്ലേ? ഇപ്പൊ കർമ്മം, കാലം, ഫലം, ഇതല്ലേ വരുന്നത്. ഇതാണെങ്കിൽ കർമ്മങ്ങളൊക്കെ വരുന്നത് എവിടുന്നാണ്? എല്ലാ കർമ്മങ്ങളും വരുന്നത് എവിടുന്നാണ്? ശരീരത്തിൽ നിന്നാണോ അതോ മനസ്സിൽ നിന്നാണോ? നിങ്ങളൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിൽ നിന്നല്ലേ? വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിൽ നിന്നല്ലേ? കുട്ടി വേണമെന്നുള്ളൊരു വികാരം വരണമെങ്കിൽ അതും വരുന്നത് ശരീരത്തിലാണോ മനസ്സിലാണോ? ഏത് കാര്യങ്ങളും എല്ലാം മനസ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ എല്ലാറ്റിൻ്റെയും ആരംഭം മനസ്സ് തന്നെയാണ്. അവിടെ ചിന്തകൾ വരണം. ശരീരം ആ ചിന്തകളെ പ്രവർത്തിപ്പിക്കുന്നു. പിന്നീട് കാലം ഫലങ്ങളെ തരുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഞാൻ 2 രൂപത്തിലാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ശ്രദ്ധിക്കണേ, 2 രൂപത്തിൽ. ഒന്ന്, ഉള്ളിൽ പുരുഷ രൂപത്തിലും ചൈതന്യ രൂപത്തിലും, പുറമേ കാലരൂപത്തിലും. പുറമേ ഉള്ളിൽ ചൈതന്യ രൂപത്തിലും, പുറമേ കാലരൂപത്തിലും. അപ്പം ഈ 2 രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നതെങ്കിൽ, കാലം നിശ്ചയിക്കുന്നു എങ്കിൽ, അപ്പം ആ കാലത്തെയും നമ്മൾ ഭഗവാൻ എന്ന് പറയുകയാണെങ്കിൽ, എല്ലാം നിശ്ചയിക്കുന്നതും ശരിക്കും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. കാലം ഈശ്വരനാണെങ്കിൽ ഭഗവാൻ തന്നെയാണ് ആ രൂപത്തിൽ ശരിയാണ്. എന്നാലും മനസ്സിലാക്കേണ്ടത്, കർമ്മത്തിൻ്റെ ഫലം നിശ്ചയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും നമ്മൾ ഓരോരുത്തരും അർഹിക്കുന്നതുമാണ്. അല്ലെങ്കിൽ നോക്കൂ, പല ക്ഷേത്രങ്ങളിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഈ പൂജ ചെയ്താൽ ഈ ഫലം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ആ ഫലം കിട്ടണം, അല്ലേ? ഇപ്പൊ കുട്ടികളില്ലാത്തവർ ഈ പൂജ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഈ ഫലം കിട്ടണം. ഇവിടെ ഒരു ക്ഷേത്രത്തിലെ ഉരുളി കമിഴ്ത്തലുണ്ടല്ലോ, എവിടെയാണ്? മണ്ണാർശാല. ഞാൻ ആ ഇല്ലത്തൊക്കെ പോയതാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ എല്ലാവർക്കും ഈ ഫലം കിട്ടുന്നുണ്ടോ ചോദിച്ചു. ആ അമ്മയോട്, ഒരു മുത്തശ്ശിയമ്മയുണ്ടല്ലോ, ആ മുത്തശ്ശിയമ്മയോട് ചോദിച്ചു. അപ്പം മുത്തശ്ശിയമ്മ പറഞ്ഞതും ഇത് തന്നെയാണ്, എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. അപ്പം എന്താ എല്ലാവർക്കും കിട്ടാത്തത്? ഭഗവാൻ ഇങ്ങനെ നോക്കണ്ടോ, എത്ര രൂപയാണ് വെച്ചത്? 10 രൂപയോ? കണക്ക് തന്നെ, നിനക്ക് കണക്ക് തന്നെ. രൂപ വയ്ക്കുന്നിടത്താണ് ഭഗവാൻ കുട്ടിയെ കൊടുക്കുന്നത്, ആണോ? എന്നാ അങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാൻ പൈസ കൊതിയനാവില്ലേ? പണ്ട് 3 പൂജാരിമാര് പറഞ്ഞതുപോലെ 3 അമ്പലത്തിലെ പൂജാരിമാരെല്ലാവരും കൂടി ഒത്തുചേർന്നു. ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ വല്ലതും അമ്പലത്തിൽ ദൈവത്തിന് കൊടുക്കാറുണ്ടോ? ഒന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന കാശുണ്ടല്ലോ, അത് ഞാനും ദൈവവും തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വൃത്തം വരയ്ക്കും, എന്നിട്ട് കിട്ടിയ പൈസ കൊണ്ട് മുകളിലേക്ക് ഇടും. ആ വൃത്തത്തിൽ വലിയ വൃത്ത വരയ്ക്കുക, വൃത്തത്തിൽ വീണതൊക്കെ എനിക്കും പുറത്തുള്ള ദൈവത്തിനും. അപ്പൊ വലിയ വൃത്താകുമ്പോൾ ഇതിന് കണക്കല്ലേ? രണ്ടാമത്തെ ആൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഷെയർ ചെയ്യാൻ? ഞാൻ എങ്ങനെയാണ് ഷെയർ ചെയ്യാൽ, ഞാൻ കിട്ടിയ കാശ് മുഴുവൻ ഒരൊറ്റ ഏറാണ് മുകളിലേക്ക്, എന്നിട്ടോ എൻ്റെ കയ്യിൽ വീണൊക്കെ ദൈവത്തിന്, താഴെ വീഴുന്നതൊക്കെ. മൂന്നാമത്തെ ആൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാറ്, കിട്ടുന്ന കാശ് അങ്ങോട്ട് മുകളിലേക്കിടും, ദൈവത്തിന് വേണ്ടത് ദൈവം പിടിക്കും, ബാക്കിയുള്ളത് എനിക്കാണെന്ന്. അങ്ങോട്ട് വേണ്ട അങ്ങോട്ട് പിടിച്ചോളൂ. ഇതുപോലെയാണ്. അപ്പോൾ ദൈവം ഒരിക്കലും ഒരാളോടും പാർഷ്യലല്ല. അപ്പം നമ്മളൊരു ഫലം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നുണ്ട്, നിങ്ങൾ മുമ്പ് അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അപ്പോൾ പിന്നെ അമ്പലത്തിൽ ചെന്നിട്ട് അപേക്ഷിക്കേണ്ടതുണ്ടോ? ഭഗവാൻ പറയുന്നു, നിരപേക്ഷൻ ആരായിരിക്കണം? അപ്പം പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? പ്രാർത്ഥിക്കാനല്ല നമ്മൾ പോകേണ്ടത്, നമ്മളെ സമർപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ ആ സമർപ്പണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവാത്തതിന് കാരണം, ഈ സമർപ്പണം എന്നുള്ള വാക്കുണ്ടല്ലോ നമ്മൾ വളരെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ്.
നമ്മൾ സമർപ്പണം എന്നുള്ളത് കൊണ്ട് ഉൾക്കൊള്ളേണ്ടത്, നാം എവിടെ നിന്ന് വന്നോ അവിടെ തന്നെയാണ് മനസ്സ് സമർപ്പിക്കുന്നതെങ്കിൽ ആ പരമസത്യം കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് എന്നേക്കാൾ നന്നായി ആർക്കറിയാം? ഭഗവാൻ അറിയാം. പിന്നെ ഞാനെന്തിനു വിഷമിക്കണം? ഈ ഒരു മനോധൈര്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. കൂടുതൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതായാലും അഹേതുകം അപ്രതിഹതം യയാത്മാ സംപ്രസീദതി വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. വാസുദേവേ ഭഗവതി, ആരാണോ ഭഗവാൻ വാസുദേവിലേക്ക് ഭക്തിയെ പ്രയോഗിക്കുന്നത് അവർക്ക് വൈരാഗ്യം ജ്ഞാനം ജനയിഷ്യതി. എന്തൊക്കെ ഉണ്ടാവും? വൈരാഗ്യവും ഉണ്ടാവും, ജ്ഞാനം. അപ്പൊ ഈ 3 വാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തി തരികയാണ്. 1 ഭക്തി, 2 ജ്ഞാനം, 3 വൈരാഗ്യം. എന്നാ പിന്നെ ജീവിതം ധന്യമാക്കാം, സംപ്രസന്നമാക്കാം. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉറപ്പിക്കാനുള്ള കഴിവ്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമബുദ്ധിയോടുകൂടിയിട്ട് ജീവിക്കാനുള്ള കഴിവ്. ഇതാണ് വേണ്ടത്. ഈ 3 കഴിവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇതിലുണ്ടല്ലോ, ഇത് നമുക്ക് നല്ലോണം അറിയാം. ഏത്? ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്. വാസ്തവത്തിൽ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മളെ അലട്ടുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളെ സ്വന്തം പ്രാക്ടിക്കലി നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ചെറിയ കുട്ടി, അവൻ എന്തോ ചോക്ലേറ്റ് എന്തോ കിട്ടണമെന്ന് പറഞ്ഞ് കരയണു. ആരോ തലേ ദിവസം എന്തോ ചോക്ലേറ്റ് കൊണ്ടുവന്നു. രാവിലെ ആ കുട്ടിക്ക് അത് ഓർമ്മ വന്നു. അമ്മേ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് അലറുന്നത്. അപ്പം തലേ ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം. ഉടനെ നിങ്ങൾ ബുദ്ധിയുള്ള അമ്മയാണെങ്കിൽ എന്താ പറയുക? ചെയ്യുക. എന്താ ബുദ്ധിയുള്ള അമ്മ എന്ന് പറയാൻ കാരണം? ബുദ്ധിയില്ലാത്തവരാണ് 2 പിടപെടച്ചിട്ടുണ്ടാവും. ബുദ്ധിയുള്ള അമ്മയാണെങ്കിൽ എന്താ ചെയ്യുക? ആ കുട്ടിയെ മറ്റെന്തിലേക്കും ശ്രദ്ധ തിരിക്കും. എന്നിട്ട് കുട്ട അപ്പൂ നോക്കൂ, ആരാ നോക്കൂ, ആ അങ്കിൾ വരുന്നത് നോക്കൂ, കുട്ടൻ കണ്ടിട്ടുണ്ടോ, ആരാ നോക്കൂ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മനസ്സ് അതിലേക്ക് ശ്രദ്ധ തിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണത് മനസ്സിലായത്? ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് സ്വയം അറിയാം. കുട്ടി വേദനിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ ദുഃഖിക്കുന്നതിന് കാരണം അവനൊരു കാര്യത്തിൽ തന്നെ പിടിവാശി വെച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇനി അവൻ്റെ മനസ്സിനെ അതിൽ നിന്നും ശ്രദ്ധ അകറ്റണം. എന്നിട്ടോ അതിൽ തന്നെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ മറ്റേ കാര്യം മറക്കും. അപ്പം അവൻ്റെ ദുഃഖവും പോയി. ഇതല്ലേ ശരി? ഇപ്പം ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, ഏത് പ്രശ്നങ്ങൾക്കും ഉടനടിയുള്ള പരിഹാരം എന്താണ്? ശ്രദ്ധ തിരിക്കില്ല. നമുക്ക് നല്ല കഴിവുണ്ടത്, എല്ലാവർക്കും ഉള്ള കഴിവാണ്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ നമുക്ക് തിരിക്കാൻ പറ്റണം. അതിനെന്ത് വേണം? ഈ പ്രശ്നത്തിൽ നിന്നും മനസ്സങ്ങോട്ട് ഫ്രീ ആവണമെങ്കിൽ, മറ്റൊരു ദിക്കിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കണമെങ്കിൽ അതിനോട് നല്ലൊരു പ്രേമം വേണം. അതുകൊണ്ടായിരിക്കാം ഭാഗവതം പറയുന്നത്, ഭഗവാനോട് പ്രേമമുള്ളവർക്കേ എന്ത് പറ്റുള്ളൂ? ഒരു പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സാധിക്കുള്ളൂ. ഇല്ലേ? പൂന്താനത്തിനൊക്കെ അങ്ങനെയല്ലേ സാധിച്ചത്? ഉണ്ണി മരിച്ചു കിടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ എന്ന് പറയാൻ സാധിച്ചത് ആ ഭഗവാനോടുള്ളൊരു പ്രേമമാണ്. അതുകൊണ്ടായിരിക്കാം ഭാഗവതം പറയുന്നത്, ഏത് പ്രശ്നത്തിനും പരിഹാരം ഭഗവാനിലുള്ള പ്രേമമാണ്. ഭഗവാനിലുള്ള പ്രേമം കൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റും, ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ വാസ്തവത്തിൽ തളരുന്നതൊക്കെ മനസ്സിൻ്റെ ശ്രദ്ധ ഒരനുഭവത്തിൽ നിന്നും തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അനുഭവങ്ങളല്ല തളർത്തുന്നത്, നാം അനുഭവങ്ങളിൽ കുരുങ്ങിപ്പോയിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് മനസ്സിലാക്കൂ, ധർമ്മസ്യാഹി അപവർഗസ്യ നാർത്ഥാർത്ഥായോപകൽപതേ ന അർത്ഥസ്യ ധർമ്മേകാന്തസ്യ കാമോ ലാഭായ സ്മൃത. നമ്മൾ ഇത്രയും കാലം ധർമ്മം അനുഷ്ഠിച്ചപ്പോൾ എന്ത് പറ്റണോ ചോദിച്ചു കഴിഞ്ഞാൽ 2 വിധത്തിലാണ് നമ്മൾ തളരുന്നത്. ഒന്ന് കുറ്റബോധം കൊണ്ടും ഒന്ന് നഷ്ടബോധം കൊണ്ടും. ഇങ്ങനെ തളരുള്ളൂ. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും, അയ്യോ പറയേണ്ടിയില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു, കുറ്റബോധം.
നാം കൊടുത്തത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചത് നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്പൊ നമുക്ക് നഷ്ടബോധം. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവർ സ്നേഹിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇത് നഷ്ടപ്പെട്ടുവല്ലോ, അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിക്കും. ഈ കുറ്റബോധവും നഷ്ടബോധവും നമ്മൾ ഇത്രയും കാലം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കാരണം നമ്മൾ അനുഷ്ഠിച്ചിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് പ്രതീക്ഷകളുടെ, പ്രത്യാശകളുടെ, സ്വപ്നങ്ങളുടെ ധർമ്മങ്ങളാണ്. നമ്മൾ പഠിക്കാതെ പോയത് പ്രകൃതിയിൽ എന്ത് സംഭവിച്ചാലും, പ്രകൃതിയിൽ നിന്ന് എന്ത് കിട്ടിയാലും നമ്മുടെ മനസ്സിനെ തളർത്താതിരിക്കണമെങ്കിൽ ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം? ഭഗവാനിലേക്ക്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്തെ പരിശീലിച്ചിരുന്നുവെങ്കിൽ, നമ്മളെ പരിശീലിപ്പിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തളരില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശീലിക്കേണ്ടിയിരുന്നത്, ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് പറയണം, എന്ത് വന്നാലും ഇത് ഭഗവാന്റെ ഒരു പ്രസാദമാണ്. വാസ്തവത്തിൽ ഭഗവാന്റെ പ്രസാദമല്ല. വരുന്ന അനുഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? വരുന്ന അനുഭവങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഭഗവാനാണോ? നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങൾ തന്നെയാണ്. രാമായണത്തിൽ ഈ രംഗം വരുന്നുണ്ട്. രാമായണത്തിൽ ദശരഥ മഹാരാജാവ് തളരുന്നു. കൈകേയി വരം ചോദിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ദുഷ്ടേ, നീജേ, ഭയങ്കരി എന്നൊക്കെ വിളിക്കുന്ന രാജാവ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും ഒക്കെ പോയതിന് ശേഷമാണ് കൈകേയിയുടെ മുന്നിൽ സത്യം തുറന്നു പറയുന്നത്. ദേവി, ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കെല്ലാം കാരണം പണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കർമ്മമാണ്. ഒരു മഹർഷി പുത്രനെ അമ്പെയ്ത് കൊന്ന ആ സത്യം വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം രാമൻ ലക്ഷ്മണനൊക്കെ പോയല്ലോ, അവര് ഗുഹന്റെ അടുത്ത് കിടക്കുകയാണ്. ഗുഹന്റെ അവിടെ കിടക്കുമ്പോൾ അന്ന് രാത്രി ഗുഹനും ലക്ഷ്മണനും കാവല് നിൽക്കുന്നു ശ്രീരാമസ്വാമിക്ക്. ദർഭപ്പുല്ലൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത്, അതിലാണ് കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഗുഹന്റെ നെഞ്ചടറി. എത്രയോ കേമനായിരിക്കുന്ന, ഈശ്വരതുല്യനായിരിക്കുന്ന പട്ടുമെത്തയിൽ കിടക്കേണ്ട രാമൻ വെറും നിലത്ത് കിടക്കണമല്ലോ. കണ്ണീര് തൂകിക്കൊണ്ട് പറഞ്ഞു, ഈ രാമന്റെ ദുഃഖത്തിന് കാരണം മന്ദരാബുദ്ധിമാസ്തായ കൈകേയി രാമസ്യ ദുഃഖസ്യ കാരണം അല്ലേ ചോദിക്കുകയാണ്. ഉടനെ ലക്ഷ്മണൻ പറയുന്ന മറുപടി എന്താ അറിയോ? മന്ദരയുടെ ബുദ്ധി ആശ്രയിച്ചിട്ട് കൈകേയിയല്ലേ രാമന്റെ ദുഃഖത്തിന് കാരണം എന്ന് ഗുഹൻ ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ ഉത്തരം പറയുന്നത് സപൂർവാർജിത കർമ്മൈവ. ആരാ ദുഃഖം നിശ്ചയിക്കുന്നത്? ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പം എനിക്കൊരു ദുഃഖം ഒരാൾ തരുന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫലമാണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ഫലമുണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കർമ്മം വേണം. ഒരു റിയാക്ഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിലൊരു ആക്ഷൻ ഉണ്ടാവണം. ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുന്നില്ലേ നമ്മൾ? അതാണ് നമുക്കൊക്കെ പറ്റുന്നൊരു വീഴ്ച. രാമായണത്തിൽ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ശ്രീരാമസ്വാമി മാനിൻ്റെ പിന്നാലെ പോവും, അമ്പെയ്യുമല്ലോ. അമ്പെയ്യുന്ന സമയത്ത് മാരീചൻ ഉറക്കം വിളിച്ചറിയോ, ആ ലക്ഷ്മണ സീതയെന്നൊക്കെ ആണ് വിളിച്ചു പറയും. അപ്പോഴാണ് സീത ലക്ഷ്മണനോട് പോവാൻ പറയുന്നത്. ലക്ഷ്മണൻ പറയും, ദേവി എന്നെ ഇവിടെ ദേവിയുടെ സംരക്ഷണത്തിന് വേണ്ടി വെച്ചാണ്, ഞാൻ പോകുന്നില്ല. പിന്നെ സീതാദേവി പറയുന്ന വാക്കുകളൊക്കെ അറിയാലോ. ലക്ഷ്മണൻ മനസ്സാ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് സീത പറയുന്നത്. നിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കണു, നീ ഭരതന് സഹായം ചെയ്യാൻ വേണ്ടി വന്നതാണ്. രാമൻ പോയിട്ട് വേണം നിനക്ക് എന്നിലേക്ക് കണ്ണുവയ്ക്കാൻ, അത് നിന്റെ മനസ്സിൽ കിടന്നാൽ മതി ലക്ഷ്മണ മോഹം എന്നൊക്കെ ദേവി വേണ്ടാത്ത രീതിയിൽ വർത്തമാനം പറയാൻ തുടങ്ങിയതും ലക്ഷ്മണൻ സ്ഥലം വിട്ടു. ലക്ഷ്മണന് മനസ്സിലായി അവിടെ നിൽക്കാൻ പാടില്ല. ആ സമയത്ത് ലക്ഷ്മണൻ ഒരു രേഖ വരച്ചു എന്നൊക്കെയാണ്, പക്ഷെ രാമായണത്തിലില്ല കേട്ടോ അത്. ഏത് ലക്ഷ്മണരേഖ? ഏതായാലും ലക്ഷ്മണൻ പോയി. പിന്നെ സീത പോയി. സീതയെ രാവണൻ കൊണ്ടുപോയ കഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവണവധം കഴിഞ്ഞ് സീതയെ വീണ്ടെടുക്കുന്ന രംഗമുണ്ട്. രാവണവധം കഴിഞ്ഞ് ശ്രീരാമസ്വാമി സീതയെ കാണാൻ പോവുകയില്ല. വിഭീഷണന് നിർദ്ദേശം കൊടുക്കുകയാണ്, കുളിച്ച് പട്ടുവസ്ത്രം ധരിച്ചിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉത്തരവാണ്. സീത വന്നു ചേർന്നപ്പോൾ പറയുന്ന വാക്കുകൾ എന്താണെന്നറിയോ? 10 ദിക്കിലും എനിക്ക് നിന്നെ കൊണ്ട്